കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. തുറന്നോസിന്റെ പാഠശാല എന്ന ഈ ബൈബിൾ ക്ലാസിന്റെ 127ാമത്തെ സെഷനായിട്ട് നാം ദൈവത്തിന്റെ സന്നിധിയോട് ചേർന്ന് വന്നിരിക്കുകയാണ്. റോമാലേഖന പഠനത്തിലാണ് നാം ആയിരിക്കുന്നത്. 5ാമത്തെ അധ്യായം വരെ നമ്മൾ ചിന്തിച്ച് തീർക്കുവാനായിട്ടിടയായി. ഇന്ന് 6ാമത്തെ അധ്യായത്തിലേക്ക് കടക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിന് മുന്നോടിയായിട്ട് കഴിഞ്ഞ 2 ആഴ്ചയായി നമുക്ക് ഈ ബൈബിൾ ക്ലാസ് ഒരു ബ്രേക്ക് എടുക്കേണ്ടതായിട്ട് വന്നു. കാരണം കോഴഞ്ചേരിയിൽ മാരാമണ്ണിൽ വെച്ച് നടന്നിരുന്ന ഒരു ബൈബിൾ സെമിനാർ, റൈറ്റ് ഡിവിഷൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു ബൈബിൾ സെമിനാർ കഴിഞ്ഞ ആഴ്ചകളിൽ നടക്കുവാനായിട്ടിടയായി. അതിനായിട്ട് പലർക്കും പോകേണ്ടതായിട്ടും വന്നു ചേരേണ്ടതായിട്ടും ഉണ്ടായിരുന്നു. ഞാനും കടന്നു പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് 2 ആഴ്ച നമുക്ക് ബൈബിൾ ക്ലാസ് ഇല്ലാതിരുന്നത്. അത് വളരെ അനുഗ്രഹമായിട്ട് ആ മീറ്റിങ്ങുകൾ നടക്കുവാനിടയായി. ആദ്യത്തെ ദിവസം ഏകദേശം 130 പേരോളം പങ്കെടുക്കുവാനായിട്ടിടയായി. 2ാമത്തെ ദിവസവും 110 പേരോളം ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അനേകര് അവിടെ തന്നെ താമസിച്ച്, ഫാമിലി ആയിട്ട് വന്ന് അവിടെ തന്നെ താമസിച്ച് അതിൽ പങ്കെടുക്കുവാനായിട്ടിടയായി. ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നവരുണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന്, ബോംബെയിൽ നിന്ന് ഒക്കെ വന്നവരുണ്ടായിരുന്നു. എല്ലാവർക്കുമായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു നല്ല ഫാമിലി മീറ്റ് മാതിരി അവിടെ അന്ന് ചേർന്ന് വരുവാൻ ദൈവം സഹായിച്ചു. 2ാമത്തെ ദിവസം പിരിഞ്ഞു പോയപ്പോൾ എല്ലാവർക്കും വളരെ പ്രയാസത്തോടെയാണ് എത്ര പെട്ടെന്ന് തീർന്നു പോയല്ലോ ഈ ക്യാമ്പ് സെമിനാർ എന്നുള്ള രീതിയിൽ. അടുത്ത ദിവസങ്ങളിൽ, അടുത്ത പ്രാവശ്യങ്ങളൊക്കെ അത് ചെയ്യുമ്പോൾ 3-4 ദിവസമെങ്കിലും ചേർന്ന് അതിനെ ക്രമീകരിക്കണം എന്ന് പറയുവാനൊക്കെ ഇടയായി. എല്ലാത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും വന്നു ചേരുകയും ഒക്കെ ചെയ്ത എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദിയോടെ ഈ സമയത്ത് ഓർക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഇന്നും അപ്രൂവ്ഡ് വർക്ക്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, സോറി, ഞാൻ ആ പടം ഒന്ന് കാണിച്ചില്ല. ജസ്റ്റ് ഒരു പിക്ചർ മാത്രം പെട്ടെന്നൊന്ന് കാണിക്കാം. ഇതാണ് 2ാമത്തെ ദിവസം. ഈ സമയം നമ്മൾ പിക്ചർ എടുത്തപ്പോഴത്തേന് പലരും പോകുവാനായിട്ടിടയായി. 2ാമത്തെ ദിവസം എടുത്ത ഒരു പിക്ചറാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ അവിടെ നടന്ന പ്രോഗ്രാമുകളൊക്കെ യൂട്യൂബിൽ കൂടെ നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ടിടയായി തീരും. കഴിവതും നമ്മൾ സ്റ്റേജ് മാത്രമാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. വന്നിരിക്കുന്ന ജനത്തിനെ അധികം എടുത്തിട്ടില്ല. എല്ലാവരുടെയും പ്രൈവസിയെ മാനിച്ച് ആ രീതിയിലാണ് ആ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. കേൾക്കുന്നവർക്ക് അനുഗ്രഹമായി, കർത്താവിന്റെ നാമത്തിന് മഹത്വമായി നിൽക്കുവാൻ സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നും അതുപോലെ തന്നെ അപ്രൂവ്ഡ് വർക്ക്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്ലാസ് ഉള്ളതിനാൽ ഈ ഒരു നമ്മുടെ ബൈബിൾ ക്ലാസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ എനിക്ക് അതിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അധികം സമയം നിങ്ങളൂടെ കാണത്തില്ല എന്ന് പ്രാരംഭമായിട്ട് ഓർപ്പിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ബൈബിൾ ക്ലാസ് നടന്ന സമയത്ത് തന്നെ അതായത് കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ഒറീസയിൽ ബൈബിൾ ക്ലാസ്സും യൂത്ത് സെമിനാറും ഒക്കെ നടക്കുകയായിരുന്നു. അത് ഏറ്റവും അനുഗ്രഹമായിട്ട് ചെയ്യുവാൻ അവർക്കും ഇടയായി. അനേക യൂത്തിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ അനേകർ വന്നു ചേരുവാനായിട്ട് ഒറീസയിൽ നടന്ന ക്ലാസ്സുകളാണിത്. യൂത്തിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അനേകർ ഈ വിശ്വാസത്തിലേക്ക് വരികയും 100 കണക്കിന് ഏകദേശം 120 പേരോളം രജിസ്റ്റർ തന്നെ ചെയ്യാനായിട്ടിടയായി. ഇതൊക്കെ അവിടെ വന്നു ചേർന്ന യൂത്തുകളാണ്. അവരൊക്കെ തിരുവചനം പഠിക്കുവാനായിട്ട് ദൈവം അവരെ സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ 3 ദിവസത്തെ പ്രോഗ്രാമായിട്ട് ഒറീസയിൽ ഈ റൈറ്റ് ഡിവിഷൻ യൂത്ത് സെമിനാർ നടക്കുകയായിരുന്നു. അതിനൊക്കെ ദൈവം അവരെ സഹായിക്കുന്നതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കാര്യങ്ങൾ ഒക്കെ ചെയ്തെടുക്കുവാൻ ദൈവം നമുക്ക് തരുന്ന എല്ലാ കൃപകൾക്കായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അധികം മുഖവരകളില്ലാതെ ഇന്നത്തെ പഠന വിഷയത്തിലേക്ക് വരികയാണ്. റോമാലേഖനം 6ാം അധ്യായമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടത്. 5ാം അധ്യായം പഠിച്ചു നമ്മൾ. ഒരു ഓട്ടപ്രദക്ഷിണമല്ല, ഒട്ടുമുക്കാലും കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ടിടയായി. 5ാം അധ്യായം റോമാലേഖനത്തിലെ നല്ല ബൈബിളിലെ തന്നെ ഒരു പ്രധാന അധ്യായമാണ്. അതുകൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലായി മുന്നോട്ട് പോകുവാനായിട്ട് ഞാൻ ഓർപ്പിക്കുകയാണ്. സൂമിൽ ആയിരിക്കുന്നവര് നമ്മളെ ശ്രദ്ധയോട് കേട്ടിരിക്കുവാനും കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഓണാക്കി ഞങ്ങളോടൊപ്പം സഹകരിക്കുവാനും ഞാൻ ഓർപ്പിക്കുകയാണ്. കാര്യം ഈ ഒരു ശ്രദ്ധ പോകാതിരിക്കാൻ ഞാൻ എല്ലാ വീഡിയോയിലും അധികം നിർബന്ധിക്കത്തില്ല. ഈ ഒരു പുസ്തക പഠനം വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ശ്രദ്ധയോടെ ഇരുപ്പാൻ ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്. നിങ്ങളുടെ ഓപ്ഷനിലാണ്, ഞാൻ നിർബന്ധിക്കല്ല. അപ്പോൾ തന്നെ വീഡിയോ ഓണാക്കി ഇരുന്നു കഴിഞ്ഞാൽ അത് സന്തോഷമായിരിക്കും എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. 5ാമത്തെ അധ്യായം, റോമാലേഖനം 5ാമത്തെ അധ്യായം നമ്മൾ പഠിച്ചത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ചാപ്റ്റർ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. കാരണം ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ഇതൊരു ഭയങ്കര അടിസ്ഥാന പ്രിൻസിപ്പിളാണ്.
ഈ കാര്യം 5-ാം അധ്യായത്തിൽ കൂടി വളരെ വ്യക്തമായിട്ട് അതിൻ്റെ പല ആസ്പെക്റ്റുകൾ പറഞ്ഞ് അതിനെ ക്ലിയർ ചെയ്തിരിക്കുക. അതുകൊണ്ട് നമ്മളതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ വിഷയത്തിൽ എന്നോട് ചോദിക്കണം. ഇവിടെ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്കൊരു ചോദ്യം ലഭിക്കുവാനായിട്ടിടയായി. ഒരു ചോദ്യമാണെങ്കിലും പലരും ആ ചോദ്യം ചോദിക്കുവാനിടയായി. ഞാൻ അവർക്ക് അതിന് മറുപടി കൊടുത്തുവെങ്കിലും ആ ചോദ്യം പലരും ചോദിച്ചതുകൊണ്ട് നിങ്ങളിൽ പലരും, നമ്മളെ ശ്രദ്ധിക്കുന്ന പലർക്കും ആ ചോദ്യം അവരുടെ മനസ്സിലുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആ ചോദ്യത്തിന് ഒരു വാമപ്പ് എന്ന മാതിരി ഈ സെഷനിൽ ഒരു ആൻസർ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുക. എനിക്ക് ലഭിച്ച ചോദ്യം ഇതായിരുന്നു. അതായത് അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അങ്ങനെ ഏക ലംഘനത്താൽ, 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം പറയുകയാണ്, അങ്ങനെ ഏക ലംഘനത്താൽ, ലെറ്റ് മീ പ്രൊജക്ട് ദാറ്റ് വേഴ്സസ്, ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. റോമാലേഖനം, ഞാൻ ആ വേഴ്സ് പ്രൊജക്ട് ചെയ്യാം. റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാ പറയുന്നത്, അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഇതാണ് ചോദ്യം. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കർത്താവിന്റെ കാൽവറി യാഗത്തിലൂടെ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണം വന്നില്ലേ? വളരെ ന്യായമായ ചോദ്യമാണ്. ഇത് എല്ലാ മനുഷ്യർക്കും രക്ഷ, അതായത് സകല മാനവരാശിക്കും രക്ഷ, യൂണിവേഴ്സൽ സാൽവേഷൻ എന്ന് പറയുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ടാണ്, ഒരു ചിന്തയാണ്, നല്ല ചിന്തയാണ്. ഇന്ന് ഒത്തിരി പേര് ക്രിസ്ത്യൻഡത്തിൽ വിശ്വസിച്ചിരിക്കുന്ന ഒരു വിശ്വാസമാണിത്. അതായത് കർത്താവിന്റെ കാൽവറി യാഗത്തിലൂടെ ഏക ലംഘനത്താൽ എല്ലാ മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകന്റെ നീതിയാൽ എല്ലാ മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഇനി അതിന്റെ പുറത്ത് നമ്മൾ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇത് ഇന്ന് വളരെ പ്രബലമായ ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ള ഒരു പഠിപ്പിക്കലാണ്. ദൈവം ഒരു സാഡിസ്റ്റ് അല്ല, ദൈവം എല്ലാവരെയും രക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഒരു പാപപരിഹാര യാഗം കർത്താവ് കാൽവറിയിൽ നിവർത്തിയാക്കിയിരിക്കുന്നു. ഇവിടെ യാതൊരു പ്രവൃത്തികളുടെയും ആവശ്യം ഇനിയില്ല, വിശ്വാസത്തിന്റെ ഒന്നിന്റെയും ആവശ്യമില്ല, എല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി നാം മരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്നു. ഇതാണ് ഈ യൂണിവേഴ്സൽ സാൽവേഷൻ എന്ന് പറയുന്ന ഒരു ടീച്ചിങ്, ഒരു സ്കൂൾ ഓഫ് തോട്ട്. ഇതിന് ആധാരമായിട്ട് അവരെടുക്കുന്നത് ചില വാക്യങ്ങൾ കൂടിയുണ്ട്. ഇതിന്റെ 18-19 വാക്യങ്ങൾ, 19-ാമത്തെ വാക്യത്തിലും അത് തന്നെയാ പറയുന്നത്. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ, അതായത് ആദം പാപം ചെയ്തപ്പോൾ നാം എല്ലാം പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. കർത്താവ് നീതിമാനായിട്ട് അനുസരിച്ചത് കാരണം അത് നമുക്കെല്ലാവർക്കും നാം എല്ലാവരും അതിലൂടെ നീതിമാന്മാരായി തീരുന്നു എന്നൊരു പഠിപ്പീര്. ഇതിന് ഉപോത്ബലകമായിട്ട് ചില വേറെ വാക്യങ്ങൾ കൂടി എടുക്കാറുണ്ട്. 1 തിമോത്തി 2-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം, 1 തിമോത്തി 2:4. അവിടെ ഇങ്ങനെ പറയുന്നു, അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഇച്ഛിക്കുന്നു. അപ്പൊ ആരും നഷ്ടപ്പെട്ടു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിന്റെ 15-ാമത്തെ അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം, കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 15-ാമത്തെ അധ്യായം, 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം. അവിടെ പറയാം, ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഇത്രയും കാര്യങ്ങൾ ഇതിന് ഉപോത്ബലകമായിട്ട് അവരെടുത്ത് കാണിക്കാറുണ്ട്. എന്നാൽ എന്നോട് ചോദിച്ചവര് അങ്ങനെ അധികം വാക്യങ്ങളുടെ റെഫറൻസോടല്ല, ഈ വിഷയം എങ്ങനെയാണ് കൂടുതലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഇവരെല്ലാവരും ഈ ഒരു ചിന്ത ഉള്ളവര് അവകാശപ്പെടുന്നത്, ആദാം പാപം ചെയ്തപ്പോൾ ആ പാപം നമ്മിലേക്ക് വന്നത് എങ്ങനെയാ? വളരെ നിർബാധം, അതിന് ആരുടെ ഒന്നിന്റെയും ആവശ്യം വേണ്ടി വന്നിരുന്നില്ല. ഞാൻ ആ വാക്യം ഒന്നും മാറ്റാം. അതായത് ആദം പാപം ചെയ്തപ്പോൾ ആ പാപം നമ്മിലേക്ക് വന്നത് വളരെ നിർബാധം നമ്മിലേക്ക് അത് പകരപ്പെടുകയായിരുന്നു. അതിന് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. ആദാമിനെ നമ്മൾ കണ്ടിട്ടില്ല, ആദാമിനെ നമുക്ക് അറിയത്തില്ല, നമുക്കിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ആദാം പാപം ചെയ്തു എന്നറിയാം, ആ പാപം ഒരു തകരാറുമില്ല, അത് കറക്റ്റ് നമ്മിലേക്ക് വരികയും നമ്മൾ ആ പാപത്തിന്റെ പരിഹാരം, ആ പാപത്തിന്റെ ശിക്ഷയായിട്ട് നമ്മൾ മരിക്കുകയും ചെയ്യുക. അതായത് നമ്മുടെ സൈഡിൽ നിന്ന് ഒരു എഫേർട്ടും ഇല്ല, അത് ആദാം ചെയ്ത പാപം നമ്മിലേക്ക് വന്നില്ലേ? അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു ചെയ്ത നീതീകരണം ഒരു കാര്യങ്ങളും ഇല്ലാതെ നമ്മിലേക്ക് വരത്തില്ലേ എന്നുള്ളത് ആ ചോദ്യം. 19-ാം വാക്യത്തിൽ പറയുന്നത്, റോമാലേഖനത്തിന്റെ 19-ാം വാക്യത്തിൽ പറയുന്നത്, ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ. ഞാൻ ആ വാക്യം പ്രൊജക്ട് ചെയ്യാം. റോമാലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം.
അവിടെ പറയുന്നത് ഏക മനുഷ്യന്റെ അനുസരണക്കേടിലാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇതാ ചോദ്യം. നിങ്ങൾക്ക് ചോദ്യം പിടികിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് നമ്മുടെ സൈഡിൽ നിന്ന് ഇനി എന്തെങ്കിലും എഫേർട്ടിന്റെ ആവശ്യം എന്താണ്? ആദം പാപം ചെയ്തപ്പോൾ യാതൊരു തടസ്സവുമില്ലാതെ കറക്റ്റ് അത് നമ്മിൽ എത്തിയെങ്കിൽ അതുപോലെ തന്നെ കർത്താവ് അതിന് പാപ പരിഹാരം വരുത്തിയപ്പോൾ അത് നമ്മിൽ എത്തേണ്ടതല്ലേ? നമ്മൾ ഇതിനിടയ്ക്ക് എന്താണ് നമ്മുടെ റോൾ എന്നുള്ളതാ ചോദ്യം. ഇവിടെ ആദം ചെയ്ത പാപം തലമുറയായിട്ട് നമ്മിൽ അത് പകർന്ന് ലഭിച്ച ഒരു ചാനലുണ്ട്. ആ ചാനലാണ് ഈ ജഡം ഇതിലൂടെ ഒഴുകുന്ന ബ്ലഡ്. ഈ ബ്ലഡിൽ കൂടിയാണ് നമ്മിൽ ആ പാപം എത്തിയത്. ഈ ആദമിന്റെ ആ ബ്ലഡ് ലൈനിലാണ് നമ്മൾ ഉള്ളത്. അതുകൊണ്ട് ആദമിന്റെ സന്തതിയിലേക്ക് ആ ബ്ലഡ് പകരാനിടയായി. ആ DNA തന്നെ അടുത്ത് അതിന്റെ തലമുറയായിട്ട് പകർന്ന് നമ്മിൽ എത്തിയിരിക്കുക. ആദാമ്യ തലമുറയിൽ അല്ലെന്നുണ്ടെങ്കിൽ ആ പാരമ്പര്യത്തിൽ ജനിച്ചവർക്കെല്ലാം ആ ബ്ലഡ് ലൈനിൽ കൂടി ആ പാപം കൈമാറി വന്നിരിക്കുക. അത് നാം അറിയുന്നില്ല. കാരണം അത് ബ്ലഡ് ലൈനിൽ കൂടെ വന്നതായത് കാരണം പ്രത്യേകിച്ച് നമ്മൾ അതിലൊന്നും ചെയ്യുന്നില്ല, നാം അറിയുന്നില്ല എന്നുള്ളത് ശരിയാ. കർത്താവ് ഇവിടെ ജനിച്ചപ്പോൾ ആ ബ്ലഡ് ലൈനിലല്ല കർത്താവ് ജനിക്കുന്നത്. കർത്താവ് പരിശുദ്ധ ആത്മാവിനാലാണ് ഉത്പാദിതമാകുന്നത്. ആദാമിൽ കൂടി വന്ന യോസഫിൽ കൂടി അല്ല, മറിച്ച് പരിശുദ്ധ ആത്മാവിനാലാ ദൈവം കർത്താവ് ഇവിടെ ജനനം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവിൽ ആദാമ്യ പാപം ഇല്ലായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം പഠിച്ചാൽ നമുക്ക് കാണാം. 2 കൊരിന്ത്യർ 5 അതിന്റെ 21. അവിടെ പറയുന്നത് പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്. ഞാനത് കാണിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 21-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാ പറയുന്നത്, പാപം അറിയാത്തവനെ. നോക്കിയേ, ഞാൻ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. പാപം അറിയാത്തവനെ, അതായത് കർത്താവിൽ ഒരു പാപവുമില്ല, പാപം കർത്താവ് അറിഞ്ഞിട്ടില്ല. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പിതാവായ ദൈവം കർത്താവിനെ പാപമാക്കുകയായിരുന്നു. പാപി ആയിരുന്നില്ല, പാപമാക്കുകയായിരുന്നു. എന്തിനാണ്? നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്. പാപം ആക്ച്വലി പകരുന്നത് ബ്ലഡിലൂടെയാണെന്ന് വേണേൽ പറയാം. കൈമാറി വന്നത് ആ ബ്ലഡ് ലൈനിലൂടെയാണ്. ആദം മുതൽ തലമുറയായിട്ട് സകല മനുഷ്യരിലും അത് പരന്നിരിക്കുക. എന്നാൽ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. റോമാലേഖനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 19-ാം അധ്യായത്തിൽ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. അങ്ങനെ അനേകർക്ക് ജീവകാരണമായ നീതീകരണം വന്ന ചാനൽ ആണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇവിടെ ആദാമിൽ കൂടി ആ പാപം ജഡത്തിൽ കൂടി രക്തത്തിൽ കൂടി തലമുറയായിട്ട് കൈമാറി വന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരുമെന്ന് പറയുന്ന ചാനലാണ് ആ വിശ്വാസം എന്ന ആ ചാനലിൽ കൂടി, ആ വഴിയിൽ കൂടി, ആ മാർഗത്തിൽ കൂടിയാണ് നമുക്ക് കർത്താവിന്റെ നീതീകരണം ലഭിക്കുന്നത്. ഇവിടെ കർത്താവിന്റെ കാൽവറി യാഗത്തിലൂടെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരും നീതിമാന്മാരായിട്ട് മാറത്തില്ല. പ്രത്യുത വിശ്വാസം എന്ന ആ ഒരു ചാനലിൽ കൂടി മാത്രമാണ് കർത്താവ് ചെയ്ത ആ നീതി പ്രവൃത്തി നമ്മിലേക്ക് ഇൻപ്യൂട്ട് ആവുന്നത്. അത് നമുക്ക് കണക്കിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലെ ആഴമായ വിശ്വാസം എന്നൊരു സംഗതി വേണം. ഈ അധ്യായത്തിന്റെ തന്നെ 2-ാം വാക്യം, റോമാലേഖനം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. 5-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. ഈ അധ്യായത്തിന്റെ തന്നെ 2-ാം വാക്യം നോക്കിക്കഴിഞ്ഞാൽ അതിൽ പറയുന്നത് കണ്ടോ, നാം നിൽക്കുന്ന, അതായത് 5-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് ഈ ചോദ്യം വന്നത്. അപ്പൊ 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം അത് പറയുന്നു. 1-ാമത്തെ വാക്യം തുടങ്ങുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസത്താലാണ് ഇതെല്ലാം ലഭിക്കുന്നത്. 2-ാമത്തെ വാക്യം നോക്കിയേ, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം നിൽക്കുന്ന കൃപയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഓട്ടോമാറ്റിക്കായിട്ട് പ്രവേശനം ലഭിച്ചിരിക്കുന്നു എന്നല്ല. ഇവിടെ ഒരു ചാനലുണ്ട്, അത് വിശ്വാസം. ആ വിശ്വാസം എന്ന ചാനലിൽ കൂടാണ് നമുക്ക് ഇതിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നത്. നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. 5-ന്റെ 1-ാമത്തെ വാക്യം കണ്ടില്ലേ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട. ഇവിടെ അതാണ് ഈ റോമാലേഖനത്തിന്റെ താക്കോൽ വാക്യം. അതായത് കീ വേഴ്സസ്, തീം വേഴ്സസ് എന്നൊക്കെ പറയുന്നത് 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യമാണ്. 1-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യമാണ് ഇതിന്റെ കീ വേഴ്സസ് എന്ന് പറയുന്നത്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായും കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. കണ്ടില്ലേ, ഈ ഒരു ബുക്കിന്റെ മുഴുവനും ആധാരം, കേദാരം എന്ന് പറയുന്നത് വിശ്വാസമാണ്. ബൈ ഫെയ്ത്ത് ആണ്. ബൈ ഫെയ്ത്ത് റൈച്ചസ് വിൽ ലീവ് ബൈ ഫെയ്ത്ത് എന്നാണ്. മനസ്സിലായോ? അപ്പം ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കർത്താവ് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ വരുന്ന തലമുറകൾ മുഴുവൻ ഓട്ടോമാറ്റിക്കായിട്ട് രക്ഷിക്കപ്പെടത്തില്ല. അവർക്ക് വിശ്വാസത്താൽ മാത്രമേ രക്ഷിക്കപ്പെടാൻ പറ്റത്തുള്ളൂ.
നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും. പ്രൊട്ടസ്റ്റന്റ് റീഫോർമേഷന്റെ ലീഡറായ മാർട്ടിൻ ലൂതർ അദ്ദേഹത്തെ ഇതിന് പ്രേരിപ്പിച്ചത് ഈ വാക്യമാണ്. ഇവിടെ അദ്ദേഹത്തിന് ബൈബിൾ അറിയാഞ്ഞിട്ടോ അതിനു മുമ്പ് ഈ കാര്യങ്ങൾ അറിയാഞ്ഞിട്ടോ അല്ല, ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ആ ഒരു നീതീകരണം ലഭിക്കത്തില്ല. ഈ ഒരു വിശ്വാസത്താലാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് പ്രൊട്ടസ്റ്റന്റ് റീഫോർമേഷൻ അദ്ദേഹത്തിൽ കൂടി ആരംഭിക്കുന്നത് തന്നെ. നമുക്കതുപോലെ തന്നെ 3-ാം അധ്യായം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ 25-ാമത്തെ വാക്യം, 3-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നത് വിശ്വാസത്താലാണ്. ഇതിന്റെ മുൻപും അങ്ങനായിരുന്നു, ഇപ്പോഴും അങ്ങനെയാണ്, ഇനിയും വരാനിരിക്കുന്ന കാലത്തും അങ്ങനെയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആദം മുതൽ ഇനി വെള്ളസിംഹാസനത്തിൽ നിൽക്കുന്നതിന് തൊട്ട് മുമ്പ് ജനിക്കുന്ന കുഞ്ഞു വരെ എല്ലാവരുടെയും രക്ഷാകർത്താവിന്റെ കാൽവറി യാഗത്തിലെ വിശ്വാസത്താൽ മാത്രമാണ്. അതാണ് ഈ ഒറ്റ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. 25-ാമത്തെ വാക്യം അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു ആറ്റം ബോംബാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത്, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇന്നും ഇനി വരാനുള്ളവർക്കുമുള്ള കാര്യമാണ്. അതിന്റെ അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്, മുൻകഴിഞ്ഞു പോയ കാര്യങ്ങൾ. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ അങ്ങനെ ചെയ്തു. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതായിട്ട് അവിടെ നിൽക്കുന്നില്ല. ഇവിടെ എല്ലാം കണ്ടില്ലേ, വിശ്വസിക്കുന്നവർക്കാണ് അവൻ തന്റെ രക്തം മൂലം. ആ വിശ്വാസമാണ് ഇതിന്റെ എല്ലാം ചാനൽ എന്ന് പറയുന്നത്. പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട്, കൊറോണയ്ക്ക് നമ്മൾ വാക്സിനേഷൻ കണ്ടുപിടിച്ചതുകൊണ്ട് ഇനി കൊറോണ ആർക്കും വരത്തില്ല എന്ന് പറയാൻ കഴിയത്തില്ല. അതിന് വാക്സിനേഷൻ കണ്ടുപിടിച്ചു എന്നുള്ളത് ശരിയാ, പക്ഷെ എന്നുണ്ടെങ്കിൽ അത് ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്യണം. ഇഞ്ചക്ട് ചെയ്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ കൂടെ ശരീരത്തിൽ കയറണം. അത് എടുക്കാത്തിടത്തോളം കാലം കൊറോണയുടെ വാക്സിനേഷൻ നോ യൂസ് ഓഫ് us. നമുക്ക് അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ആ ഒരു വാക്സിനേഷൻ നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിലേക്ക് അത് ഇഞ്ചക്ട് ചെയ്ത് അത് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. വാക്സിനേഷൻ കണ്ടുപിടിച്ചുകൊണ്ട് കൊറോണ ഇനി നമുക്ക് വരത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ കർത്താവ് കാൽവറിയിൽ യാഗമായി അതിനൊരു പരിഹാരം വരുത്തിയെന്നുള്ളത് ശരിയാ. പക്ഷെ ആ പരിഹാരം വരുത്തിയത് കൊണ്ട് നമ്മൾ അതിൽ വിശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അതിൽ നിന്നുള്ള രക്ഷ ലഭിക്കത്തില്ല. വളരെ ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ജീവകാരണമായി, ഇപ്പം നമ്മൾ ഇവിടെ കണ്ടില്ലേ, ജീവകാരണമായ നീതീകരണവും വന്നു എന്നുള്ളത് ശരിയാണെങ്കിലും അത് വിശ്വാസത്താൽ പ്രാപിക്കണം. എഫേസ്യ ലേഖനം 8:9 ഞാൻ സാധാരണ ഓർപ്പിക്കാറുണ്ട്, നമ്മുടെ നാഷണൽ ആന്തമാണെന്നുള്ളത്. എഫേസ്യ ലേഖനം 2:8-9 അവിടെ പറഞ്ഞ, കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം ബൈബിളിൽ വളരെ അടിപ്പടയായിട്ടുള്ള സത്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ കിടക്കുമ്പോഴാണ് ഈ ഒരു വാക്യത്തിൽ പിടിച്ചിട്ട് അത് അങ്ങനാണ് എന്ന തെറ്റിദ്ധാരണയിൽ കോടിക്കണക്കിന് ജനങ്ങളായിരിക്കുന്നത്. ഈ യൂണിവേഴ്സൽ സാൽവേഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയ ചിന്തയല്ല. കോടിക്കണക്കിന് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നതും ജനം അതിലൂടെ വിശ്വാസത്തിലേക്ക് വരാതെ അവർക്കിനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും സ്വർഗത്തിൽ പോകും എന്ന് വിശ്വസിച്ചിരിക്കുക. ഇതെല്ലാം ഈ കാര്യങ്ങളെ മനസ്സിലാക്കാത്തത് കൊണ്ടും ആധികാരികമായിട്ട് ഇത് പഠിപ്പിക്കാത്തത് കൊണ്ടും വന്നിരിക്കുന്ന തെറ്റുകളാണ്. തിമോഥെയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ഇതിനുപോൽബലകമായിട്ട് എടുക്കുന്ന വേറൊരു വാക്യമായത്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം അതിനുള്ള പരിഹാരം വരുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ദൈവത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ അടുത്ത ലൈനിൽ പറഞ്ഞു കേട്ടോ, അതുകൊണ്ട് സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ അവരെ എത്തണം, എന്നാലേ അത് പ്രാപിക്കത്തുള്ളൂ. സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം എന്നുള്ളത് ശരിയാ, ദൈവത്തിന്റെ ആഗ്രഹമാണ്. ദൈവം 99-നെയും വിട്ട് കളഞ്ഞിട്ട് കാണാതെ പോയ ഒന്നിനെ തേടി നടക്കുന്ന ദൈവമാണ്. കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും സന്തോഷിക്കുന്ന ദൈവമാണ്. പക്ഷെ 2-ാമത്തെ ലൈനിൽ പറഞ്ഞിരിക്കുന്നുണ്ടോ, സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. എന്താണ് സത്യത്തിന്റെ പരിജ്ഞാനമെന്ന് അവർ മനസ്സിലാക്കി അതിന് പ്രകാരം ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വാക്യത്തിന്റെ ആവശ്യമേ ഇല്ല, എല്ലാവരും രക്ഷ പ്രാപിക്കും. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം കൂടി ഞാൻ കാണിക്കാം. അതിനോടുള്ള ബന്ധത്തിൽ ചോദിക്കുന്ന വാക്യമാണ് 15-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം, 15:22. അവിടെ പറയുന്നത്, ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കും. ഇവിടെ എന്താ പറയുന്നത്, ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കും എന്നുള്ളത് ദൈവം നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്ന ഒരു വാതില, ഒരു ഓപ്ഷനാണ്. അത് എങ്ങനെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കുന്നത് അതിന്റെ മേലെ പറഞ്ഞിട്ടുണ്ട്.
ഈ അധ്യായം മുഴുവൻ വായിക്കണം. നമ്മളൊരു വാക്യം മാത്രം എടുത്ത് നോക്കിയിട്ട് അതിൽ അങ്ങ് ഉറയ്ക്കാൻ ഇടയാകല്ല. ഇതെല്ലാം ദൈവം ആഗ്രഹിക്കുന്നു. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കും എന്നുള്ളത് ശരിയാ. പക്ഷെ എങ്ങനെ ക്രിസ്തുവിൽ ജീവിക്കുന്നത് എന്നുള്ളത് ആ അധ്യായത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. 1-ാമത്തെ വാക്യം കണ്ടില്ല, അവിടെ പറയണം, എന്നാൽ സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും. നിങ്ങൾ രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതിനൊരു സുവിശേഷമുണ്ട്. അത് എന്തുമാണ് ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതെന്ന് പറയുക. ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരിക. നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്നവിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ഇത്രയേ ഉള്ളൂ. നമ്മുടെ മലയാളത്തിലെ പരിഭാഷയുടെ ഒരു സ്മൂത്ത്നെസ് ഇല്ലാത്ത കാരണമാണ് അത് നമുക്ക് അങ്ങോട്ട് ഒഴുക്കൻ രീതിയിൽ മനസ്സിലാവാത്തത്. പോൾ ഇത്രയേ ഉള്ളൂ പറയുന്നത്, നിങ്ങളോട് ഞാൻ സുവിശേഷിച്ചതും യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചതും നിങ്ങൾ ഇന്ന് നിൽക്കുന്നതും നിങ്ങൾക്ക് ഉറപ്പും ധൈര്യമുള്ളതും നിങ്ങൾ എൻജോയ് ചെയ്യുന്നതുമായിട്ടുള്ള ആ സുവിശേഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. ഇതാ നിങ്ങളെ ഞാൻ പഠിപ്പിച്ച സുവിശേഷം. ഈ സുവിശേഷത്തിൽ നിങ്ങൾ നിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 22-ാമത്തെ വാക്യത്തിൽ പറയുന്നത് മാതിരി എല്ലാവരും ക്രിസ്തുവിൽ എല്ലാവരും മരിക്കുന്ന പോലെ, ആദാമിൽ എല്ലാവരും മരിക്കുന്ന പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. അതിനുള്ള ഉപാധി, അതിനുള്ള മരുന്ന്, അല്ലെന്നുണ്ടെങ്കിൽ അതിനുള്ള പോംവഴിയാണ് ആ പറഞ്ഞിരിക്കുന്ന സുവിശേഷം. ഇവിടെ പറഞ്ഞു വന്നതെല്ലാം ഈ ചോദ്യത്തിന് മറുപടി ഞാൻ പറയുകയായിരുന്നു. നിങ്ങൾക്കത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തുവിൽ ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. ഓഫ് കോഴ്സ് കർത്താവ് തന്റെ അനുസരണത്താൽ എല്ലാവരും നീതിമാന്മാരായി തീർന്നു. ഇനി നമുക്കൊന്നും ചെയ്യണ്ട എന്ന് ചിന്തിക്കുന്നവർക്ക് ഈ കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അത് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. ബട്ട് അത് ലഭിച്ചിരിക്കുന്ന ചാനൽ കർത്താവിലുള്ള വിശ്വാസം, ആ കാൽവറിയിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു, നമുക്ക് വേണ്ടി പരമയാഗമായി, ആ പ്രായച്ചിത്ത യാഗമായി തീർന്നു, നമുക്ക് പകരമായിട്ട് കർത്താവ് മരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിലെ ആഴമായ വിശ്വാസവും സമർപ്പണവുമാണ് ഇന്ന് നമുക്ക് നിത്യജീവൻ നേടിത്തരുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ നാം രക്ഷിക്കപ്പെടുന്നത്. ഐ ഹോപ്പ് ദാറ്റ് ഇറ്റ് ഈസ് ക്ലിയർ നൗ. 5-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. അതിലെ എന്താ പറയുന്നത്, ഞാൻ ഓർപ്പിക്കാറുണ്ട്, ഒരു ഗ്ലോറിയസ് ചാപ്റ്റർ ഇൻ ദ ബുക്ക് ഓഫ് റോമൻസ് എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. നമുക്ക് നീതീകരണം എങ്ങനെയാണ് ലഭിച്ചതെന്ന് ഈ ബുക്കിൽ, ഈ അധ്യായത്തിലാണ് ഏറ്റവും കൂടുതൽ അതിനെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ അധ്യായം മനസ്സിലായാൽ നമ്മുടെ രക്ഷയ്ക്ക് ആധാരം വേറെ ഒന്നുമല്ല, ക്രൂശിലെ പ്രായച്ചിത്ത യാഗമാണ്. ആ സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെന്റ് മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാകുവാനായിട്ട് ഇടയായിത്തീരും. വേറെ ഒന്നിന്റെ പുറകെ പിന്നെ നമ്മൾ പോകുവാനായിട്ട് ഇടയായിട്ടില്ല. റോമാലേഖനമാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷൻ, നമ്മുടെ അടിസ്ഥാന വിശ്വാസം എന്നുണ്ടെങ്കിൽ ഇതാണ് അതിന്റെ അടിസ്ഥാന വിശ്വാസം. അതായത് കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച ആ പരമയാഗം, ആ പ്രായച്ചിത്ത യാഗം. ഇതല്ലാതെ വേറെ ഒന്നും നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കാരണമാകത്തില്ല. ഈ കാലഘട്ടത്തിലെ രക്ഷയ്ക്ക് അതൊന്നും തന്നെ കാരണമാകത്തില്ല. ഇനി ഇതല്ല, വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെയാണ് നീതീകരണവും പാപമോചനവും ഒക്കെ ലഭിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു മരിച്ചത് വെറുതെ എന്ന് വരും. നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്, നിങ്ങൾക്കിത് മനസ്സിലാകുന്നില്ല. ഇതിലല്ല, വേറെ പല കാര്യങ്ങൾ, കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്, അതിലൂടെയൊക്കെയാണ് രക്ഷ ലഭിക്കുന്നത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഗലാത്യ ലേഖനം 2:21 വാക്യത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നത് പോലെ, ഗലാത്യർ 2:21 അതിന്റെ അവസാന ഭാഗങ്ങളിൽ പറയുകയാണ്, ന്യായപ്രമാണത്താൽ രക്ഷ വരുന്നുവെങ്കിൽ, ഇതിന്റെ 2-ാമത്തെ ലൈൻ കണ്ടോ, ന്യായപ്രമാണത്താൽ നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെ അല്ലോ. For if righteousness come by the law, then Christ is dead in vain. കർത്താവ്, ഉലകത്തിന്റെ നാഥനായ ദൈവം, അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവം, കാലസമ്പൂർണതയിൽ സ്ത്രീയിൽ ജനിച്ചവനായി, ന്യായപ്രമാണത്തിന്റെ കീഴ് ജനിച്ചവനായി ഉലകത്തിലേക്ക് വന്നത് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഇനി നമ്മൾ അതല്ല, വേറെ പല സാക്രമെന്റുകൾ, അതിലൂടെയൊക്കെയാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നതെന്നൊക്കെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത്, സുവിശേഷം മനസ്സിലായിട്ടില്ലെന്നാണ് അതിന്റെ അർത്ഥം. കർത്താവ് മരിച്ചത് വെറുതെ ആയി പോയല്ലോ എന്നാ പറയുന്നത്. ന്യായപ്രമാണത്താൽ, ഇതിന്റെ തന്നെ 5-ാമത്തെ ഗലാത്യ ലേഖനത്തിന്റെ തന്നെ 5-ാം അധ്യായം കണ്ടില്ലേ, അതിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നത് കണ്ടോ, ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. അവിടെ പറയുന്നത്, നിങ്ങൾ പരിച്ഛേദനയേറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല എന്ന് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു. പോളിന് ന്യായപ്രമാണം അറിയാഞ്ഞിട്ടല്ല, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവന് അഗ്രഗണ്യനാണ്. ഗമാലിയേൽ ശാസ്ത്രിയുടെ പാദപീഠത്തിലിരുന്ന് ന്യായപ്രമാണം പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്.
ഏതൊരു ഏതൊരു സിനഗോഗിലെയും റബി ആയിട്ട് ശുശ്രൂഷിക്കാൻ തക്കവണ്ണം അറിവും ജ്ഞാനമുള്ള ഒരാളാണ്. അദ്ദേഹം പറയാണ്, നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ, അതായത് കർത്താവ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞിരിക്കുന്ന കൽപ്പനയാണ്, നിന്റെ ജാതി സന്തതി പരമ്പരയായിട്ട് ഈ പരിച്ഛേദന എന്ന കൽപ്പന ഏൽക്കണം. ആരെങ്കിലും ഏൽക്കാതിരുന്നാൽ അവനെ എറിഞ്ഞു കൊല്ലണം, അവനെ നിന്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. ഇത് നിനക്ക് തലമുറയായിട്ട് നിങ്ങൾക്കിത് നിത്യ നിയമമായിരിക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്ന ആ നിയമത്തെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല. ഇതിന്റെ 5-ാമത്തെ വാക്യം കണ്ടില്ലയോ? 4-ാമത്തെ വാക്യത്തിൽ പറയാം, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി. നിങ്ങൾ ന്യായപ്രമാണം ആണ് പാലിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഇത് കർത്താവിന്റെ ക്രൂശീകരണത്തിന് ശേഷം പൗലോസ് അപ്പോസ്തലനെ ദൈവം വിളിച്ച് ആ പുതിയ പദ്ധതിയും കാൽവറിയിലൂടെ നിവർത്തിയായ രക്ഷണ്യ പ്രവൃത്തിയും അതിന്റെ മഹത്വവും ഒക്കെ എന്താണെന്ന് കാണിച്ചു കൊടുത്തതിന് ശേഷം പൗലോസ് അപ്പോസ്തലൻ ഗലാത്യരോട് പറയുന്ന ഭാഗമാണ്. നിങ്ങൾ ഇപ്പോഴും അവിടെയുള്ള യഹൂദന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഇപ്പോഴും ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി. നിങ്ങൾക്ക് കൃപയുമായിട്ട് പിന്നെ യാതൊരു ബന്ധവുമില്ലെന്ന് പറയുക. കർത്താവിന്റെ കൃപയിൽ നിന്ന് നിങ്ങൾ വീണുപോയി എന്ന് പറയുക. പോളിന് ഇത് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല പറയുന്നത്, പോൾ ഇതിൽ അഗ്രഗണ്യന്. പക്ഷെ അതിന്റെ ശേഷം വേറൊരു പദ്ധതി ഇവിടെ നടന്നിരിക്കുക. അത് കർത്താവിന്റെ ക്രൂശീകരണമാണ്. അത് ചുമ്മാതൊരു ക്രൂശീകരണമല്ല, അതൊരു പ്രൊപ്പിച്ചിയേഷൻ ഡെത്താണ്. നമുക്ക് പകരമായിട്ട് കർത്താവ് മരിച്ചിരിക്കുക. ഇങ്ങനെ നടന്നിരിക്കുന്നിടത്ത് വേറൊരു ഉപദേശത്തിലാണ് രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുമാത്രം ദൈവദൂഷണമാണെന്ന് ചിന്തിക്കാൻ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരിക. എനിക്ക് എൻ്റെ ചിന്തയിൽ ഒതുങ്ങുന്നില്ല, അതുപോലത്തെ ദൈവ ദൂഷണമാണ്. ഞാൻ നിങ്ങളെ വേറൊരു വാക്യം കാണിക്കാം. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഇവിടെ പാപമോചനം നടക്കുന്നത് ഈ വെള്ളത്തിലെ സ്നാനത്തിലാണെന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുക. പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് തെറ്റല്ല, അത് ശരിയാണ്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനോ ആ തലമുറയ്ക്കോ കാൽവറി ക്രൂശിന്റെ മഹത്വം എന്താണെന്ന് വെളിപ്പെട്ടിരുന്നില്ല. അത് തലമുറകൾക്കും പൂർവ്വകാലങ്ങൾക്കും മറഞ്ഞിരുന്ന മർമ്മമായിരുന്നു. കർത്താവ് ക്രൂശിതനായി എങ്കിലും അത് ആരോടും പറഞ്ഞിട്ടില്ല, അതിന്റെ മഹത്വം വെളിപ്പെട്ടിട്ടില്ല. ഈ സമയത്ത് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായമാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലനെ വിളിക്കുകയോ പൗലോസിൽ കൂടി ക്രൂശിന്റെ മഹത്വം എന്താണെന്ന് വെളിപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. മറഞ്ഞിരുന്ന മിസ്റ്ററി റെവലേഷൻ എന്താണെന്ന് വെളിപ്പെട്ടിട്ടില്ല. വെളിപ്പെടുത്താത്തിടത്തോളം കാലം ഈ കൊടുത്തിരിക്കുന്ന ഉപദേശം തന്നെയാണ് അവർ പാലിക്കേണ്ടുന്നത്. യജമാനൻ സർവത്തിനും അവകാശിയെങ്കിലും ശിശു ആയിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല എന്ന് പറയുന്നത് പോലെ കർത്താവ് കാൽവറിയിൽ യാഗമായെങ്കിലും ആ യാഗമായതിന്റെ മഹത്വം വെളിപ്പെടുത്താത്തിടത്തോളം കാലം ആ ക്രൂശിനെ കൊണ്ട് അവർക്കൊരു പ്രയോജനവുമില്ല, അവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവർ ക്രൂശ് പ്രസംഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ഉപദേശമാണ് പത്രോസ് അപ്പോസ്തലനിലൂടെ പറയുന്നത്. ഇവിടെ പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി. ഇതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യൽ. ഈ വാക്യം ഭയങ്കര പവർഫുൾ വാക്യങ്ങളാണ്. ഇവിടെ 2-ാമത്തെ ലൈനിൽ പറയുന്നുണ്ടോ, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വിശ്വസിക്കാൻ കഴിയുമോ? ഇന്ന് നിങ്ങളുടെ പാപം മോചിക്കുന്നത് കർത്താവ് ഈ അപ്പോസ്തലനായ പത്രോസ് പറയുന്ന മാനസാന്തരത്തിലോ സ്നാനത്തിലോ ആണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? 5-ാമത്തെ അധ്യായം മുഴുവൻ നമ്മൾ കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ച് പഠിച്ചിരിക്കുക. കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച പരമയാഗം, സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെന്റ്, അതിലെ വിശ്വാസത്താൽ നമ്മുടെ പാപം മോചിക്കപ്പെടുക. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുക. അതാണ് നമ്മുടെ രക്ഷാ കേന്ദ്രം, അല്ലെങ്കിൽ അതിൽ കൂടാണ് നമ്മുടെ പാപങ്ങൾ മോചിക്കുന്നത്. കാര്യങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി? ഭയങ്കര ഇമ്പോർട്ടന്റ് വാക്ക് ആണ് ഇരിക്കുന്നത്, ഫോർ ദ റെമിഷൻ ഓഫ് യുവർ സിൻസ്. നമ്മുടെ പാപം മോചിക്കുന്നത് ഈ വെള്ളത്തിൽ മുക്കുമ്പോഴല്ല. എന്നാൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ഈ കാലത്ത് അങ്ങനെ ആയിരുന്നു. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ക്രൂശ് എന്താണെന്ന് വെളിപ്പെട്ടിട്ടില്ല. ക്രൂശിന്റെ മഹത്വം ഇവിടെ ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ദൈവം അവർക്ക് കൊടുത്തിരുന്ന ഉപദേശം തന്നെയാ പത്രോസ് അപ്പോസ്തലൻ ഈ പറയുന്നത്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യം, മർക്കോസ് 16:16. അവിടെ പറയുന്നത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. ഇവിടെയും രക്ഷിക്കപ്പെടുന്ന കാര്യമാണ് പറയുന്നത്, പാപങ്ങൾ മോചിച്ചു കിട്ടുന്ന കാര്യമാണ് പറയുന്നത്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ബൈബിളാണിത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് തെറ്റല്ല. ഇതിൽ ഒരു വാക്ക്, ഒരു വള്ളിയായിട്ട് ഒരു പുള്ളിയായിട്ട് തെറ്റത്തില്ല.
ഇത് കറക്റ്റ് കാര്യമായി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്നുണ്ടെങ്കിൽ പറഞ്ഞിരിക്കുന്ന കാലഘട്ടം വേറെയാണ്. ഈ പറയുന്ന സമയത്ത് പോളിനെ വിളിച്ചിട്ടില്ല. ക്രൂശിന്റെ മഹത്വം ഇവർക്ക് ആർക്കും അറിയത്തില്ല. ഇവർ അപ്പോസ്തല പ്രവൃത്തിയിൽ 1-ാം അധ്യായം മുതൽ 8-ാം അധ്യായം വരെ ക്രൂശ് എന്തിനാണ് നടന്നിരിക്കുന്നത് ഇവരാരും പ്രസംഗിച്ചിട്ടില്ല. കാര്യം അവർക്കത് വെളിപ്പെട്ടിട്ടില്ല. പൗലോസ് അപ്പോസ്തലനെ വിളിച്ചപ്പോൾ കർത്താവ് പൗലിനോട് പറയണം, അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറിഞ്ഞിരുന്ന മർമ്മമെങ്കിലും ഇപ്പോൾ തന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അത് വെളിപ്പെടുത്താത്തിടത്തോളം കാലം അവർക്ക് കൊടുത്തിരുന്ന ഉപദേശമായത്. എന്നാൽ ഇന്നത്തെ സ്ഥിതി അതല്ല. ഇന്നത് വെളിപ്പെട്ടിരിക്കുക. എനിക്ക് നിങ്ങൾക്ക് നമ്മുടെ മുന്നിൽ അത് നക്ഷത്രം പോലെ വെളിപ്പെട്ടിരിക്കുക. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്നുള്ള റോമാലേഖനം 3:25 വ്യക്തമായിട്ട് നമ്മുടെ കയ്യിൽ എഴുതി തന്നിരിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ എന്താ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തെറ്റിയിട്ടല്ല. നമുക്ക് റൈറ്റ് ഡിവിഷൻ എന്താണെന്ന് അറിയത്തില്ല, നമ്മുടെ ഉപദേശം എന്താണെന്ന് അറിയത്തില്ല. ഇത് പറഞ്ഞിരിക്കുന്നത് ആരോടാണെന്നും ഏത് കാലഘട്ടത്തിൽ കൊടുത്ത ഉപദേശമാണെന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ടായി വന്നിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായം അതിന്റെ 19-20 വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 28 അതിന്റെ 19-20. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്. കണ്ടോ, ഇവിടെ സ്നാനം അലംഘനീയമായ കൽപ്പനയായിട്ട് കർത്താവ് അവസാനമായിട്ട് പറഞ്ഞിട്ട് പോവുക. ഇവിടെ എന്തിനാ പറയുന്നത്? നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട്. കർത്താവ് എന്താ കൽപ്പിച്ചത്? കർത്താവ് കൽപ്പിച്ചത് ന്യായപ്രമാണമാണ്. അതിനെ ഉറപ്പിക്കുക ചെയ്യുന്നത്. കാര്യം അത് കൊടുത്തിരുന്ന ഒരു ഗ്രൂപ്പ് ജനമുണ്ട്, ദൈവം വിളിച്ചു വേർതിരിച്ചിരുന്ന ജനമുണ്ട്. അത് ദൈവത്തിന്റെ ജനമാണ്. അവർക്ക് കൊടുത്തിരുന്ന ഉപദേശം. അതുകൊണ്ടാണ് അവരോട് അത് പാലിക്കാൻ പറഞ്ഞിരുന്നത്. അവർക്ക് ക്രൂശിന്റെ മഹത്വം വെളിപ്പെട്ടിരുന്നില്ല. അതുകൊണ്ടാണ് ഈ കൽപ്പന കൊടുക്കുന്നത്. പക്ഷെ ഈ കൽപ്പനയ്ക്കെതിരായിട്ട് അപ്പോൾ ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്, ഞാൻ ന്യായപ്രമാണത്തെ അനുസരിക്കുന്നുവെങ്കിൽ ഞാൻ യേശു ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു പോയി, കൃപയിൽ നിന്ന് വീണുപോയി. ഇവിടെ കർത്താവ് പറയാ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട്. കർത്താവ് പറയുന്നത് ഞാൻ ന്യായപ്രമാണത്തെ നിവർത്തിപ്പാനാണ് വന്നിരിക്കുന്നത്, നീക്കുവാനല്ല. അതിൽ ഒരു വള്ളിയാകട്ടെ പുള്ളിയാകട്ടെ മാറിപ്പോകത്തില്ല. നിങ്ങൾ നിങ്ങൾ ശാസ്ത്രിമാരെ പോലെ പുരോഹിതന്മാരെ പോലെ ആകല്ല. നിങ്ങൾ ന്യായപ്രമാണം പാലിക്കണം. അവർ മോശയുടെ ന്യായപീഠത്തിൽ ഇരിക്കുന്നതല്ലാതെ അവരതൊന്നും പാലിക്കുന്നില്ല. ഒരു ചെറുപ്പക്കാരൻ വന്ന് കർത്താവിനോട് ചോദിക്കുക, കർത്താവെ ഞാൻ നിത്യജീവനിൽ കടക്കാൻ എന്ത് ചെയ്യണം? നീ ന്യായപ്രമാണം, മോശയുടെ ന്യായപ്രമാണം പാലിക്കുക. കാര്യം അവരുടെ ഉപദേശം അതാ. ഇവിടെ ഈ ഉപദേശങ്ങളൊക്കെ ഇന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ ക്രൂശ് വ്യർത്ഥമായി പോകും. ആ ക്രൂശിലൂടെ നിറവേറിയ ആ പ്രായശ്ചിത്ത യാഗത്തിന് അർത്ഥമില്ലാതെ പോവുകയാണ്. ഇന്ന് ക്രൂശ് വ്യർത്ഥമായി പോവുകയാണ്. ഇതുകൊണ്ടാണ് പോൾ പറയുന്നത്, Christ sent me not to baptize but to preach the gospel, lest the cross of Christ be made of none effect. അപ്പോസ്തല പ്രവൃത്തികൾ തിരിച്ചു വരാം. അപ്പോസ്തല പ്രവൃത്തികൾ 22-ാമത്തെ അധ്യായമാണെന്ന് ഞാൻ തോന്നുന്നു. 22-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. 22:16 ഇവിടെ കണ്ടില്ലേ? അപ്പോസ്തല പ്രവൃത്തികൾ 22:16 പൗലോസ് അപ്പോസ്തലനോട് പറഞ്ഞു, ഇനി താമസിക്കുന്ന എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളയുക. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ വാക്യം തെറ്റാണെന്ന്? ഇതിൽ ഒരു വള്ളി തെറ്റത്തില്ല. ഇത് പരമാർത്ഥമാണ്, ഇത് ആക്യുറേറ്റ്. കഴുകിക്കളയാനാ പറഞ്ഞു, നിന്റെ പാപങ്ങളെ കഴുകിക്കളയുക. എങ്ങനെ? സ്നാനമേറ്റ്, വെള്ളത്തിൽ സ്നാനമേറ്റ് പാപങ്ങളെ കഴുകിക്കളയുക. ഇന്ന് ഇങ്ങനെ കഴുകിക്കളയാനാണോ നമ്മളിപ്പോൾ റോമാലേഖനത്തിൽ പഠിക്കുന്നത്? ഇങ്ങനെ കഴുകിയാൽ പോകുന്ന കാലമല്ല ഇത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാലത്തിൽ കർത്താവ് എന്തിനാണ് കാൽവറിയിൽ യാഗമായത് നമുക്ക് വെളിപ്പെട്ടിരിക്കുക. അതിലൂടെ മാത്രമല്ലാതെ വേറെ ഒരു സംഗതിയിലും. പഴയ നിയമത്തിൽ കാളകളെയും ആട്ടുകൊറ്റന്മാരെയും ഒക്കെ അവർ യാഗം കഴിച്ചിരുന്നെങ്കിലും അതിന്റെ രക്തത്താൽ ഒരു പാപവും മാഞ്ഞു പോയിരുന്നില്ല എന്ന് എബ്രായ ലേഖനം 10:4 പറയുക. എബ്രായ ലേഖനം 10:11 പറയുക, ഈ പുരോഹിതന്മാരെല്ലാം യാഗം കഴിച്ചുകൊണ്ട് നിന്നിരുന്നത് വെറുതെ ആയിരുന്നു. ഞാൻ അതുകൂടെ ഒന്ന് പെട്ടെന്ന് ഈ കോണ്ടെക്സ്റ്റിൽ നിങ്ങളൊന്ന് കാണിച്ചു പോകാം. എബ്രായ ലേഖനം പല പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുള്ളതാണെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു പോകാം. 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. ഇവിടെ കണ്ടില്ല, 4-ാമത്തെ വാക്യത്തിൽ കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന്റെ പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. ഈ അവിടെ ലക്ഷക്കണക്കിന് ആടുകളെയും ലക്ഷക്കണക്കിന് ആട്ടുകൊറ്റന്മാരെയും അവിടെ ആ യാഗപീഠത്തിൽ യാഗം അർപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഒന്നിന്റെ രക്തത്തിന്റെ പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല എന്ന് പറയുക.
ഇത് ഇത് പെന്തക്കോസ്ത് കാലഘട്ടങ്ങളിലെ, അതായത് ആ പന്തിരുവരുടെ ശുശ്രൂഷയിലെ ആ കാലഘട്ടത്തിൽ അവർ പറയാ പഴയ നിയമത്തിൽ ഇതൊന്നും ഒരു പ്രയോജനവും ഇല്ലായിരുന്നു എന്നുള്ളത് എന്ന് പറഞ്ഞത് മാതിരി അവർക്ക് അറിയാതിരുന്ന കാര്യമാണ് നമ്മളിപ്പോ പറയുന്നത്. കർത്താവിന്റെ കാൽവറി യാഗത്തിലാണ് സകല മനുഷ്യർക്കും രക്ഷാകരമായ നീതീകരണം വന്നിരിക്കുന്നത്. 11-ാമത്തെ വാക്യം കണ്ടില്ലയോ? ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. ഒരു നാളും പാപങ്ങളെ പരിഹരിപ്പാൻ അവരുടെ ഈ ഒരു യാഗത്തിനും ഒരു പൗരോഹിത്യത്തിനും കഴിയത്തില്ല. ഇതെല്ലാം വരുവാനിരുന്ന നന്മകളുടെ നിഴലായിരുന്നു. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലായിരുന്നു. കണ്ടില്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മള് ഞാൻ മടങ്ങി വരാം. ഇന്ന് നമ്മള് രക്ഷിക്കപ്പെടുന്ന എന്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ ക്രൂശിലാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ വചനത്തിൽ പറയുന്നത് കണ്ടില്ലയോ? അപ്പോസ്തലപ്രവൃത്തികൾ 2:38 പറയുന്നത് കണ്ടോ? ഇന്നത്തെ ഒത്തിരിയും പ്രസ്ഥാനങ്ങളുടെ അടിസ്ഥാന ഉപദേശം എടുത്തിരിക്കുന്ന അപ്പോസ്തലപ്രവൃത്തികൾ 2 നിന്ന് 38 മുതൽ താപ്പോട്ടുള്ള വാക്യത്തിൽ നിന്ന് 38 തുടങ്ങുക. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അവിടെ തന്നെ അടിസ്ഥാന ഡോക്ട്രിനുകളിൽ 3 എടുത്തിരിക്കുക. അതായത് മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മാഭിഷേകം. ഇത് 3 ശരിയാ. ആ കാലഘട്ടത്തിൽ ശരിയായിരുന്നു. കാര്യം അന്ന് ക്രൂശ് വെളിപ്പെട്ടിട്ടില്ല. ക്രൂശിലൂടെ എന്താണ് നിവൃത്തിയായത്? ക്രൂശ് അവരെ സംബന്ധിച്ചിടത്തോളം കർത്താവിനെ അവർ കൊന്നു, ക്രൂശിൽ തറച്ചു, കർത്താവ് മരിച്ചു, തോളിൽ തല ചായച്ചു മരിച്ചു. അങ്ങനെ കർത്താവ് മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗ്ഗാരോഹണം ചെയ്തു പോയി. പക്ഷെ ആ ക്രൂശ് എന്തായിരുന്നു? ആക്ച്വലി ക്രൂശിൽ എന്താ നടന്നത്? ആ ക്രൂശിന്റെ മഹത്വം എന്തായിരുന്നു എന്ന് ഇവർക്ക് ആർക്കും തന്നെ അറിയത്തില്ല. അതാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് വെളിപ്പെട്ടിരിക്കുന്നത്. അതിനാണ് ദൈവം പൗലോസ് അപ്പോസ്തലനെ എടുത്തതും ഈ 13 ലേഖനങ്ങളിൽ കൂടി ആ ക്രൂശിന്റെ മഹത്വമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതാ നാം ഈ റോമാലേഖനം 5-ാം അധ്യായത്തിലും 6-ാം അധ്യായത്തിലും ഒക്കെ പഠിക്കുന്നത്. 5-ാം അധ്യായത്തിൽ അതിന്റെ പ്രസക്തി അത് അത്ര പകൽ വെളിച്ചം മാതിരി നിൽക്കുമ്പോൾ നമുക്ക് ഈ ഉപദേശങ്ങളിലൊക്കെ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന സഭകളോടും സഹോദരങ്ങളോടും നമ്മൾ എങ്ങനെ ഇത് പറഞ്ഞു മനസ്സിലാക്കും? ഞാൻ ആ ചലഞ്ച് നിങ്ങൾക്ക് വിട്ടുതരിക. ഇത്ര ക്ലിയർ ആയിട്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത്ര വ്യക്തമായിട്ട് ഇതെല്ലാം ഇരുന്നിട്ടും എങ്ങനെ അവരൊക്കെ പറയുന്നത് റോമാലേഖനമാണ് നമ്മുടെ അടിസ്ഥാന പ്രമാണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പ്രമാണം അവിടെ നിന്ന് പറയുകയും ചെയ്യുന്നത് വേറെ കാര്യങ്ങളും. ഈ കാര്യങ്ങളിലാണ് നമ്മുടെ വിശ്വാസമെങ്കിൽ നമുക്ക് ഗോസ്പൽ ഇന്ന് മനസ്സിലായിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇതാ ഞാൻ ഈ അടിച്ചടിച്ച് കൂടെ പറയുന്നത്. ക്രിസ്ത്യാനിക്ക് ആർ ക്രിസ്ത്യൻസ് റിയലി ക്രിസ്ത്യൻസ് എന്ന് ചോദിക്കാൻ കാര്യമല്ല. നമ്മുടെ വിശ്വാസം എന്താന്ന് നമുക്ക് അറിയത്തില്ല. ഇത് അറിയാവുന്നത് കൊണ്ടാണ് പോൾ പറയുന്നത്, Christ sent me not to baptize but to preach the gospel lest the cross of Christ be made of none effect. കർത്താവിന്റെ സുവിശേഷം അറിയിക്കാൻ, എന്നെ സ്നാനം കഴിപ്പിക്കാനല്ല, സുവിശേഷം അറിയിപ്പാൻ അത്ര എന്നെ ദൈവം അയച്ചിരിക്കുന്ന കാര്യം കർത്താവിന്റെ ക്രൂശ് വ്യർത്ഥമായി പോകാതിരിക്കേണ്ടത്. ഇന്ന് ക്രൂശിനൊരു പ്രത്യേകത ഇല്ലാത്തത്. നമ്മളിപ്പോൾ ഈ പ്രസംഗിക്കുന്നതുകൊണ്ട് ചിലപ്പം ഒരു പക്ഷെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ക്രൂശ് ഉണ്ടെന്ന് പറയാൻ നമ്മളെ കാണിക്കുമായിരിക്കും. പക്ഷെ ഏതെങ്കിലും ക്രിസ്ത്യൻ ചർച്ചിൽ ക്രൂശിന്റെ ബേസിസിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? ക്രൂശിന്റെ ബേസിസിൽ മാത്രം. അവിടെ ക്രൂശ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞത് മാതിരി ഇല്ല പഴയ ചാരുകസേര ചവിട്ടി ഓടിച്ച് മൂലയ്ക്ക് മടക്കി വെച്ചേക്കുന്ന മാതിരി ഒരു ക്രൂശ് എല്ലാ പള്ളിയിലും ഉണ്ട്. ചില പള്ളിയിൽ ഇനി ക്രൂശിന്റെ കുറവുണ്ടെന്ന് പറയരുത്. അത് കാരണം കാണുന്നിടത്തെല്ലാം ക്രൂശാണ്. പല നിറത്തിലും പല കളറിലും പല സൈസിലും ഒക്കെ അങ്ങ് പള്ളിയിലോട്ട് അടുക്കുന്നിടം മുതൽ ക്രൂശ് ചെയ്ത് വെച്ചേക്കുക. ഇവിടെ ഈ സംഗതി ഇല്ല എന്ന് മാത്രം പറഞ്ഞേക്കല്ല. ഒരു കുഞ്ഞിന് ആ പള്ളിയിൽ ആ ആലയത്തിൽ ഒരിക്കൽ പോലും മുഴങ്ങി കേട്ടിട്ടില്ല എന്താണ് ക്രൂശിന്റെ മഹത്വം എന്നുള്ളത്. ഹല്ലേലൂയ. ഇന്ന് അത് മനസ്സിലാക്കുവാനും അത് പഠിക്കുവാനും ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുക. അത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലുള്ള അബദ്ധങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമുക്ക് അവരെ സൗമ്യമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ ദൈവം കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഇവിടെ 4 റെഫറൻസുകൾ എവിടെങ്കിലും ക്രൂശിന്റെ കാര്യം പറയുന്നുണ്ട്. ഞാൻ ഈ കാണിച്ച 4 റെഫറൻസ്, അതായത് അപ്പോസ്തല പ്രവൃത്തികൾ 2:38, മർക്കോസ് 16:16, മത്തായി 28:19-20, അപ്പോസ്തല പ്രവൃത്തികൾ 22:16. ഇതിലൊക്കെ എവിടെങ്കിലും ക്രൂശിന്റെ മഹത്വം എവിടെങ്കിലും പറയുന്നുണ്ടോ? എങ്ങും പറയുന്നില്ല. കാരണം അവരുടെ സുവിശേഷം ക്രൂശ് അല്ല. അവർക്ക് ക്രൂശ് അറിയത്തില്ല. ക്രൂശിലൂടെ തുറന്ന രക്ഷാമാർഗമോ അതിലൂടെ നടന്ന പ്രായശ്ചിത്ത യാഗമോ എന്താണെന്ന് അറിയത്തില്ല. എന്നാൽ ആദം മുതൽ വെള്ള സിംഹാസനത്തിന്റെ തലേ സെക്കൻഡിൽ ജനിക്കുന്ന കുഞ്ഞ്
വരെയുള്ള സകല മാനവരാശിയുടെ രക്ഷയുടെ കേന്ദ്രം ക്രൂശ. അത് മനസ്സിലാക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചവരാ ഞാനും നിങ്ങളും. ഈ കാലഘട്ടത്തിൽ ലഭിക്കുന്ന ഈ കൃപായുഗത്തിൽ, ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസിൽ ജീവിക്കുന്ന നമുക്ക് ആ ഭാഗ്യം ലഭിച്ചിരിക്കുക. അതിലെ വിശ്വാസത്താൽ അതിന്റെ മുന്നിൽ സാഷ്ടാംഗ വീട് സമർപ്പിക്കുമ്പോൾ നാം രക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നാം ക്രിസ്ത്യാനികളാണ്. നമ്മുടെ ഉപദേശം യഹൂദി ഉപദേശം അല്ല. നമ്മുടെ സുവിശേഷം ക്രൂശും അതിലൂടെ ഒഴുകിയ രക്തവും അതിലെ വിശ്വാസവുമാണ്. റോമാലേഖനം 5-ാം അധ്യായം അസന്നിഗ്ധമായിട്ട് നമ്മളെ പഠിപ്പിക്കുക ആ വിഷയം. ചില വാക്യങ്ങൾ വായിച്ച് മുന്നോട്ട് നീങ്ങണമല്ലോ. ഞാൻ അതുകൊണ്ട് ആ ഭാഗം റോമാലേഖനത്തിൽ നിന്ന് ചില വാക്യങ്ങൾ വായിച്ച്, ഒന്നും പറയുന്നില്ല, വാക്യങ്ങൾ വായിച്ച് അടുത്ത അധ്യായത്തിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിച്ചത്, 1-ാമത്തെ അധ്യായത്തിൽ നമ്മളിങ്ങനെയാണ് പഠിച്ചത്: വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അതിന്റെ രണ്ടാം വാക്യം പറയുന്നത്, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ഇതെല്ലാം നമ്മൾ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്താണ്. നിങ്ങൾക്ക് അതെല്ലാം മനസ്സിലായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 8-ാമത്തെ വാക്യം, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ സുവിശേഷം. അതിന്റെ 9-ാമത്തെ വാക്യം, അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം, അതായത് അവന്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ട ശേഷം നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. അതിന്റെ 18-19 വാക്യങ്ങൾ കൂടെ കാണിക്കാം. അവിടെ പറയുക, അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഇതെല്ലാം ക്രൂശിലൂടെ വന്നതാ, വെള്ളത്തിൽ കൂടെ വന്നതല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റൂട്ടിൽ കൂടെ വന്നതല്ല. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. ഇത് അല്ലാതെ വേറൊരു റൂട്ട് ഇല്ല എന്ന് ഉറപ്പിച്ച് കാണിക്കുവാൻ വേണ്ടിയിട്ടാ കർത്താവ് കാൽവറിയിൽ, അല്ലെങ്കിൽ ആ ഗത്സമനയിൽ വെച്ച് പിതാവിനോട് ചോദിക്കുന്നത്, പിതാവേ, കഴിയുമോ ഈ പാനപാത്രം മാറ്റിപ്പോകുവാൻ? ഞാൻ ഈ പാപം എൻ്റെ തോളിൽ ഏറ്റി കാൽവറിയിൽ യാഗമാകുന്നത് അല്ലാതെ വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിക്കുക. അവിടെ പിതാവായ ദൈവം മുഖം മറക്കുക. പുത്രൻ ചോദിക്കുന്നതിന് മുഖം മറക്കുക. കാര്യം വേറെ ഒരു മാർഗവും ഇല്ല. 3 പ്രാവശ്യം ചോദിച്ചു, കവിണ്ണ് വീണ് ചോദിച്ചു, കവിണ്ണ് മൂക്ക് നിലത്ത് മുട്ടി കവിണ്ണ് വീണ് കിടക്കുക. 3 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് അതിന് ഉത്തരമില്ല എന്നറിയാം. അതുകൊണ്ട് പിന്നീട് ആ വിഷയം ചോദിച്ചിട്ടില്ല. അതിനുവേണ്ടി സമർപ്പിക്കുക, അനുസരിക്കുക. ഇതല്ലാതെ വേറെ ഒരു മാർഗം മാനവരാശിയെ രക്ഷിക്കാനില്ല. നിങ്ങളുടെ ഏത് ഡിനോമിനേഷൻ നിങ്ങൾ ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് വേണമെങ്കിൽ പഠിപ്പിച്ചോട്ടോ, അത് മുഴുവനും ഇതിന്റെ മുൻപിൽ വെറും പൊള്ളയാണ്. ദിസ് ഈസ് ദ ട്രൂത്ത്. അത് വിശ്വസിക്കാൻ ദൈവം നിങ്ങൾക്ക് ബലം തരട്ടെ, ബുദ്ധി തരട്ടെ, നിങ്ങളുടെ ഹൃദയ നിലങ്ങളെ ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. 20-ാമത്തെ അധ്യായം, എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്ന് വന്നു, എങ്കിലും പാപം പെരുകെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. 21-ാം വാക്യം, പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. 5-ാമത്തെ അധ്യായം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായമാണ്. അത് നിങ്ങൾ പഠിക്കുവാനും ചിന്തിക്കുവാനും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് വിടുകയാണ്. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചിരുന്നു, ഞാനൊരു ചാർട്ട് നിങ്ങളെ കാണിച്ചത് കുറെ കൂടെ ഓപ്പൺ ആക്കി തരാമെന്നുള്ളത്. ആ ഒരു ചെറിയ ചാർട്ട് ഞാൻ ഒന്ന് പെട്ടെന്ന് കാണിക്കാം. ഇതിനോട് നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. ഒത്തിരി സമയം അവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞ കാര്യം തന്നെ, മനസ്സിലായ കാര്യം തന്നെ വീണ്ടും വീണ്ടും കാണിക്കണ്ടായല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ ഒരു കമ്പാരിസൺ, ആദാമും ക്രിസ്തുവുമായിട്ടുള്ള ഒരു കമ്പാരിസൺ ചാർട്ടാണ്. അതിന്റെ 17-ാമത്തെ വാക്യം ഞാൻ ആ ചാർട്ട് ഒന്ന് പ്രൊജക്ട് ചെയ്യാം. ഇവിടെ കണ്ടില്ലയോ? ഇത് 12 മുതൽ 21 വരെയുള്ള 5-ാം അധ്യായത്തിന്റെ 12 മുതൽ 21 വരെ ഞാൻ പറഞ്ഞു ആദാമും ക്രിസ്തുവുമായിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ്. ആ ഒരു ചാർട്ടിൽ പറയുന്നത് 17-ാമത്തെ അധ്യായത്തിൽ പറയുന്ന 17-ാമത്തെ വാക്യം, ഡെത്ത് ഇൻ ആദം ബട്ട് അഷുറൻസ് ഓഫ് ലൈഫ് ഇൻ ജീസസ്. ആദമിൽ കൂടെ മരണം വിളിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ജീവന്റെ ആ ഉറപ്പ് നമുക്ക് ക്രിസ്തുവിൽ കൂടെ ലഭിക്കുകയാണ്. പാപവും അതിൽ കൂടെ മരണവും കടന്നു വന്നു കഴിഞ്ഞപ്പോൾ നീതീകരണവും അതിൽ കൂടെ സ്വാതന്ത്ര്യവും ജീവനും നമുക്ക് കർത്താവിൽ കൂടെ ലഭിക്കുക. ഇടത്തും വലത്തും കാണുന്നത് ആദാമും ക്രിസ്തുവും തമ്മിലുള്ള ഒരു കമ്പാരിസണാണ്. ഈ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ആദാമിന്റെ ലംഘനത്താൽ മരണം വാണു. ഇത് നിങ്ങൾക്കൊരു കമ്പാരിസൺ സ്റ്റഡി ആയിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാം. ആദം ലംഘനം, അതായത് ദൈവിക കൽപ്പന ഏതെന്നിൽ ലംഘിച്ചപ്പോൾ ആ ലംഘനത്താൽ മരണം മനുഷ്യനിൽ വാണു എന്നതുപോലെ അതിന്റെ റൈറ്റ് സൈഡിൽ പറയുന്നുണ്ടോ, യേശു ക്രിസ്തുവിന്റെ അനുസരണത്താൽ
കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധിയാൽ അവർ ജീവനിൽ വാഴും. ഡെത്ത് റെയിൻസ് ത്രൂ ആദംസ് ട്രെസ്പാസ്, ലൈഫ് റെയിൻസ് ത്രൂ ജീസസ് ഗിഫ്റ്റ് ഓഫ് റൈച്ചസ്നസ്. 18-ാമത്തെ വാക്യം, ആദാമ്യ പാപത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നു, കണ്ടംനേഷൻ ഇൻ ആദാം. എന്നാൽ യേശു ക്രിസ്തുവിന്റെ നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണം വന്നു. 18-ാമത്തെ വാക്യത്തിൽ കൂടെ അതാ പറയുന്നത്. 19-ാമത്തെ വാക്യം അത് നോക്കിയാൽ കാണുന്നത്, ആദാമിന്റെ അനുസരണക്കേടിനാൽ നാം പാപികളായി തീർന്നു. ആദാമിന്റെ അനുസരണക്കേടിനാൽ നാം പാപികളായി തീർന്നു, എന്നാൽ ക്രിസ്തുവിന്റെ അനുസരണത്താൽ നാം നീതിമാന്മാരായി തീരുക. 19-ാമത്തെ വാക്യത്തിൽ. 20-ാമത്തെ വാക്യത്തിൽ പറയാണ്, ന്യായപ്രമാണം ലഭിച്ചപ്പോൾ പാപത്തിന്റെ ആധിക്യം നമുക്ക് വെളിപ്പെട്ടു, എന്നാൽ പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. 20-ാമത്തെ വാക്യം, ലോ ഇൻക്രീസ് ട്രെസ്പാസസ്. എന്നാൽ 20-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവിലായി കഴിഞ്ഞപ്പോൾ ഗ്രേസ് അബൗണ്ട്സ് ഈവൻ മോർ എന്ന് പറയുകയാണ്. അതായത് എന്താ പറയുന്നത്, പാപം പെരുകിയെടുത്ത് ന്യായപ്രമാണം ലഭിച്ചപ്പോൾ പാപത്തിന്റെ ആധിക്യം വെളിപ്പെട്ടുവെങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. 21-ാമത്തെ വാക്യം, ലാസ്റ്റിലത്തെ വാക്യം പറയാണ്, പാപം നമ്മെ മരണത്തിലേക്ക് നയിച്ചു, എങ്കിൽ കർത്താവിന്റെ കൃപയോ നമ്മെ നീതിയിൽ നിത്യജീവനിലേക്ക് നയിക്കും. സിൻ റെയിൻസ് ത്രൂ ഇംപ്യൂട്ടഡ് ഗിൽറ്റ് ആൻഡ് ഡെത്ത് ലീഡിങ് ടു ഡെത്ത്. അതായത് സിൻ നമ്മളെ ലീഡിങ് ടു ഡെത്ത്, മരണത്തിലേക്ക് നയിച്ചുവെങ്കിൽ ഗ്രേസ് റെയിൻസ് ത്രൂ റൈച്ചസ്നസ് ലീഡിങ് ടു ലൈഫ് ത്രൂ ജീസസ് ക്രൈസ്റ്റ്, നമ്മെ നീതിയിൽ നിത്യജീവനിലേക്ക് നയിക്കുന്നു. ഈ ഒരു കമ്പാരിസൺ ചാർട്ട് ഞാൻ ആക്ച്വലി ഇങ്ങനെ ഒരു ചാർട്ട് ഞാൻ തന്നെ ചെയ്ത് നിങ്ങളെ കാണിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇതിനോടകം ഈ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ടുണ്ട് നിങ്ങൾക്ക്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇന്റർനെറ്റിൽ നിന്ന് തന്നെ എടുത്ത ഒരു സ്റ്റഡിയാണ്, ഒരു കമ്പാരിസൺ ചാർട്ടാണ്. ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ തന്നെ ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്കൊന്ന് ശരിക്കും അത് മനസ്സിലായിരിക്കണം, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. കാര്യം ഇതിന് മുന്നോട്ട് പോകുമ്പോഴും ഇത് നമുക്ക് ഗുണം ചെയ്യാൻ പോവുക, 6-ാമത്തെ അധ്യായത്തിലൊക്കെ കയറുമ്പോഴും ഇത് നമുക്ക് വളരെ ഗുണം ചെയ്യും. ഇനി തുടർന്നുള്ള നമ്മുടെ ക്രിസ്തീയ ജീവിതം മുഴുവനും ഇത് അടിസ്ഥാനമാണ്. അത് നമുക്ക് എല്ലാ കാര്യങ്ങളും അതിന്റെ ബേസിസിൽ മനസ്സിലാകുവാനായിട്ട് ഇടയാവും. ഞാൻ ഈ വിഷയം അനേക പ്രാവശ്യം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തിട്ട് ഒരിക്കൽ കോട്ടയത്തെ ശുശ്രൂഷയിൽ ഞാൻ ഇതിനെക്കുറിച്ച് 2 തോട്ടങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനിടയായിട്ടുണ്ട്. 2 ഗാർഡൻ, ഒന്ന് ഏദൻ തോട്ടവും മറ്റേത് ഗെത്സമന തോട്ടവും. അതായത് 1-ാമത്തെ ആദമും 2-ാമത്തെ ആദമും ഇവർ ഈ തോട്ടത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഒരിക്കൽ പറയുണ്ടായി. 1-ാമത്തെ ആദാം ആ ഏദൻ തോട്ടത്തിൽ ദൈവിക കൽപ്പന ലംഘിക്കുക, എന്നാൽ 2-ാമത്തെ ആദാം ദൈവേഷ്ടത്തിനായിട്ട് ആ ഗെത്സമന തോട്ടത്തിൽ ദൈവേഷ്ടത്തിനായിട്ട് തന്നെ സമർപ്പിച്ചു കൊടുക്കുക. 3 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും ദൈവത്തിന്റെ ഇഷ്ടത്തിനായിട്ട് തന്നെ സമർപ്പിച്ചു കൊടുക്കുക. അവിടെ ഒരു ലംഘനം നടത്തുകയല്ല. ആ 2 തോട്ടങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. 1-ാമത്തെ ആദാം ലോകത്തിന് ശിക്ഷാവിധിയിലേക്ക് നയിക്കുക. അതായത് താൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നിൽ കൂടെ സകല മാനവരാശിയും ശിക്ഷാവിധിയിലേക്ക് നയിക്കപ്പെട്ടുവെങ്കിൽ സകല മനുഷ്യർക്കും രക്ഷാകരമായ നീതീകരണം 2-ാമത്തെ ഗാർഡനിൽ കൂടെ വരിക. 1-ാമത്തെ ഗാർഡനിൽ ഹവ്വായുടെ കയ്യിൽ നിന്ന് ആ പഴം അല്ലെന്നുണ്ടെങ്കിൽ ആ കനി ആദം വാങ്ങി ഭക്ഷിക്കുമ്പോൾ 2-ാമത്തെ ഗാർഡനിൽ പിതാവായ ദൈവത്തെങ്കിൽ നിന്ന് കഷ്ടത്തിന്റെ പാനപാത്രം കർത്താവ് കരങ്ങളിൽ സ്വീകരിക്കുക. അതുപോലെ തന്നെ 1-ാമത്തെ ഗാർഡനിൽ ആ കണ്ട മരം, ആ മരത്തിന്റെ ഫലം സകല മനുഷ്യർക്കും ശിക്ഷാവിധി വിളിച്ചു വരുത്തിയത് ആ ഫലമാണെന്നുണ്ടെങ്കിൽ 2-ാമത്തെ ഗാർഡനിൽ ആ ഒരു മരം ഒരു ക്രൂശിനായിട്ട് തീർക്കപ്പെടുക. ആ ക്രൂശിലൂടെ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണം വരിക. അതുപോലെ തന്നെ 1-ാമത്തെ ഗാർഡനിലെ അനുസരണക്കേട് ലോകത്തിന് ശിക്ഷാവിധി വിളിച്ചു വരുത്തിയെങ്കിൽ 2-ാമത്തെ ഗാർഡനിലെ അനുസരണവും സമർപ്പണവും ലോകത്തിന് രക്ഷാകരമായ നീതീകരണം വരുവാൻ കാരണമായി എന്ന് പഠിപ്പിക്കുക. ഞാനത് അങ്ങനെ ചിന്തിച്ച് അതിനെക്കുറിച്ച് ദൈവം തന്ന വെളിപ്പാടുകളും തന്ന ആലോചനകളുമാണ് ഞാൻ കോട്ടയത്തെ ചർച്ചിൽ ഒന്ന് പറഞ്ഞത്. എന്നാൽ നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടേതായിട്ടുള്ള ഒരു കമ്പാരിസൺ സ്റ്റഡി ഈ വിഷയത്തിൽ നടത്തി കഴിയുമ്പോഴാണ് ഇത് നമ്മൾ ആഴമായിട്ട് ഉറയ്ക്കുവാനായിട്ട് കഴിയുന്നത്. ദൈവം അതിനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 5-ാമത്തെ അധ്യായത്തിൽ നിന്ന് മാറുകയാണ്. നമ്മൾ അടുത്ത ഒരു അനുഗ്രഹീതമായ അധ്യായം 6-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ദൈവം നമ്മളെ അതിനായിട്ട് കൂടുതൽ ബലപ്പെടുത്തിട്ട് സഹായിക്കട്ടെ. 6-ാമത്തെ അധ്യായം സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം. 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ, 23 എന്നല്ല തുടർമാനമായിട്ട് 8-ാമത്തെ അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ വരെയും പാപ സ്വഭാവത്തിന് മരിച്ച് ദൈവത്തിന് ജീവിക്കുക
എന്നുള്ളൊരു വിഷയമാണ് ഇതിൽ കൂടെ നമ്മൾ പഠിക്കുന്നത്. പാപത്തിൽ നിന്ന് മാറി ദൈവത്തിന് കൊള്ളാവുന്നവരായി ജീവിക്കുന്നവരാകുവിൻ എന്നുള്ളൊരു വലിയൊരു ആലോചനയും വലിയൊരു പ്രബോധനവുമാണ് ഈ വാക്യത്തിന്റെ തീം എന്ന് പറയുന്നത്. പാപ സ്വഭാവത്തിന് മരിച്ച് ദൈവത്തിന് ജീവിക്കുന്നവരാകുവിൻ. റോമാലേഖനം 6-ാം അധ്യായം. ഞാൻ ആ വാക്യം എടുക്കാം, നമുക്കത് വായിച്ച് തുടങ്ങാം. ഈ 6-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് 5-ാം അധ്യായം പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അധ്യായമാണ്. അപ്പോൾ തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയാൻ കാര്യം, ഈ സ്നാനം എന്നൊരു വിഷയത്തെ ക്രിസ്തീയ ഗോളം തെറ്റായി വ്യാഖ്യാനിച്ചിരിക്കുന്ന ഒരു അധ്യായമാണ് ഈ 6-ാമത്തെ അധ്യായം. അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഇന്ന് ചിന്തിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എത്രമാത്രം എത്തിപ്പെടാൻ പറ്റും എന്ന് എനിക്ക് അറിയത്തില്ല. അവിടെ നിന്ന് നമുക്ക് വായിച്ച് ആരംഭിക്കാം. 6-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ നാം എന്ത് പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? 3, അല്ല യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? 4, അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ക്രിസ്ത്യാനി മൊത്തത്തിൽ കൺഫ്യൂസ് ആയിരിക്കുന്ന ഒരു വാക്യമാണ് ഞാൻ ഈ വായിച്ച് കേൾപ്പിച്ചത്. ഇവിടെ തുടങ്ങുന്നതിനെ ആകിയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും അരുത്. ഇവിടെ ഇങ്ങനെ ചോദിക്കാൻ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5-ാം അധ്യായത്തിന്റെ 20-ാം അധ്യായത്തിൽ നാം വായിച്ചു, പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു എന്ന് നമ്മൾ വായിക്കുവാനായിട്ടിടയായി. ആ പറഞ്ഞിട്ടുള്ളതിന്റെ ബന്ധത്തിൽ അതിനോടനുബന്ധമായിട്ട് വന്ന ഒരു ചോദ്യത്തിന് മറുപടി എന്നോണം തുടർമാനമായി പോൾ എഴുതി പോവുകയാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ ബൈബിളിലെ പുസ്തകങ്ങൾ ഒന്നും തന്നെ എഴുതിയപ്പോൾ ഇങ്ങനെ ചാപ്റ്ററുകൾ തിരിച്ച് വാക്യങ്ങൾ തിരിച്ചൊന്നുമല്ല എഴുതിയത്. ഏകദേശം AD 1300 വരെ അങ്ങനെ ഒരു തിരിവും തിരിച്ചിട്ടില്ലായിരുന്നു. ബൈബിൾ എല്ലാം അങ്ങനെ സ്ക്രോൾസിൽ അങ്ങനെ ചുരുളുകളിൽ എഴുതി പോവുകയായിരുന്നു. അതുകൊണ്ട് അതിനൊന്നും അധ്യായങ്ങളോ വാക്യങ്ങളോ ഒന്നും തിരിച്ചിട്ടില്ലായിരുന്നു. ഏകദേശം AD 1300 സ്റ്റീഫൻ ലാങ്ടൺ എന്ന് പറയുന്ന ഒരു പ്രൊഫസർ, ഒരു ഫ്രഞ്ച് പ്രൊഫസർ, യൂണിവേഴ്സിറ്റി ഓഫ് പാരീസ്, അതിലൊരു ഫ്രഞ്ച് പ്രൊഫസറാണ് ആക്ച്വലി ഈ കാര്യങ്ങളെ വാക്യങ്ങളായിട്ടും ചാപ്റ്ററുകളുമായിട്ടൊക്കെ ബൈബിളിനെ തിരിക്കാനായിട്ട് ഇടയായത്. അദ്ദേഹം തുടങ്ങി വെച്ച വർക്ക് ബിഷപ്പ് ഓഫ് കാൻറ്റർബറി, അതായത് കാൻറ്റർബറി ആർച്ച് ബിഷപ്പാണ് AD 1300 ബൈബിളിനെ അധ്യായങ്ങളായിട്ട് തിരിച്ചത്. അപ്പൊ 5-ാമത്തെ അധ്യായം, അതിനു മുമ്പെല്ലാം ഇങ്ങനെ ആ സ്ക്രോളിൽ ഇങ്ങനെ എഴുതി പോരുന്നിരിക്കുക. 5-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ എഴുതി വന്നിരിക്കുന്നതിന് ഇടയ്ക്ക് കുത്തും കോമായും അതിനുശേഷം പിന്നെ ഒരു വലിയ ചാപ്റ്റർ തിരിച്ച് വേറൊരു സ്ക്രോളിൽ എഴുതി ഒന്നുമല്ല, തുടർമാനമായിട്ട് എഴുതി പോരുക. അപ്പൊ 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ്, പാപം പെരുകെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതിന് തുടർമാനമായിട്ട് വന്ന ചോദ്യം, ആ ചോദ്യത്തിനെ ക്ലാരിഫൈ ചെയ്തുകൊണ്ട് എഴുതി പോവുകയാണ്. അവിടെ പറയുകയാണ്, ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും അരുത്. ഇവിടെ പറയുന്നത്, വാട്ട് ഷാൽ വി സേ ദെൻ? ഷാൽ വി കണ്ടിന്യൂ ഇൻ സിൻ ദാറ്റ് ഗ്രേസ് മേ അബൗണ്ട്? നമുക്ക് പാപം ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് അത് എഴുതി തുടങ്ങിയാണ്. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ പ്രതിപാദിക്കുന്നത് നമ്മൾ തുടർമാനമായിട്ട് വായിക്കുമ്പോൾ 3-ലും 4-ലും ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാം, ഇവിടെ പ്രതിപാദിക്കുന്നത് ജലസ്നാനമാണെന്നും ക്രിസ്തുവിന്റെ മരണത്തോട് അനുരൂപരാകുവാൻ ഈ സ്നാനം സ്വീകരിക്കുന്നുവെന്നും ഒക്കെയുള്ള പഠിപ്പിക്കൽ ഇന്നത്തെ അനേക ക്രിസ്തീയ വിശ്വാസത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇതിനെ നമ്മൾ ശാന്തമായിട്ട് പഠിച്ചു കഴിയുമ്പോൾ 5-ാമത്തെ അധ്യായത്തിൽ പഠിച്ചു വന്നതിന്റെ വെളിച്ചത്തിൽ 6-ാമത്തെ അധ്യായത്തിലേക്ക് കയറുമ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാകും ഇതെല്ലാം പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിനാൽ നമ്മെ സ്നാനപ്പെടുത്തി ക്രിസ്തുവിൽ ആക്കി തീർക്കുന്നതിനെ കുറിച്ചാണ് ഈ 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഇവിടെ പറയുന്ന സ്നാനം പരിശുദ്ധാത്മ സ്നാനമാണ്. പാരമ്പര്യത്തിലല്ല, ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് നിസ്തർക്കം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എൻ്റെ മുന്നിലിരുന്ന് ഈ ക്ലാസ് കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് ഈ കാര്യം മനസ്സിലാകും. ഇന്നത്തെ ക്ലാസ്സിലും അടുത്ത ദിവസം ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും ആർക്കെങ്കിലും ഇതിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മാറുവാനും അത് പരിശുദ്ധാത്മ സ്നാനമാണ്. ഈ റോമ ലേഖനത്തിൽ, ഈ അധ്യായത്തിൽ എന്നല്ല, ഈ ലേഖനത്തിൽ ഒരിടത്തും ഒരു തുള്ളി വെള്ളത്തെക്കുറിച്ച് പോലും ഇവിടെ ഒരു പ്രതിപാദ്യവുമില്ല. നമ്മളെ പരിശുദ്ധ ആത്മാവിനാൽ കർത്താവിലാക്കി തീർക്കുന്ന സ്നാനത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്.
പരിശുദ്ധാത്മാവാൻ ദൈവം ഈ ലോകത്തിലേക്ക് വരിക. ഞാൻ ഈ വാക്യത്തിന്റെ ആകയാൽ നാം എന്ത് പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും അരുത് എന്ന് പറഞ്ഞ മൂന്നാമത്തെ വാക്യത്തിലോട്ട് വരുന്ന ഭാഗം ഒന്ന് പറയാം. നമ്മുടെ മുന്നിൽ ഒരു 10 മിനിറ്റ് കൂടെ ഇനിയും ബാക്കിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ 10 മിനിറ്റ് കൊണ്ട് ആ ഭാഗം ഒന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ആ ഒരു ചിന്ത ഒന്ന് ഇട്ടിട്ട് അടുത്ത ആഴ്ചയിൽ ഞാൻ അതിനെ കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ വാഗ്ദത്ത ഇസ്രായേൽ, ദൈവം അവരെ കൈവിട്ടു എന്നുള്ളത് നമുക്കറിയാം. നമുക്കറിയാം. കാര്യം അവര് കർത്താവിനെതിരെ, പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുകയും പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിച്ച് ആരംഭിച്ച സഭയെ ഉപദ്രവിക്കുകയും അതിന്റെ അപ്പോസ്തലന്മാരായി ദൈവം നിയമിച്ച 12 അപ്പോസ്തലന്മാർക്കെതിരെ പീഡനം അഴിച്ചുവിടുകയും ഉപദ്രവിക്കുകയും അവസാനം സ്തേഫാനോസിനെ, പരിശുദ്ധാത്മ പൂർണ്ണനായി നിന്നിരുന്ന സ്തേഫാനോസിനെ എറിഞ്ഞ് കൊല്ലുകയും കൂടെ ചെയ്തു കഴിയുമ്പോൾ ദൈവം അവരുടെ പദ്ധതി കൈവിടുകയും ഫോൾ ഓഫ് ഇസ്രായേലിന്റെ ലംഘനം, ഇസ്രായേലിന്റെ വീഴ്ച എന്ന് പറയുന്ന ഒരു ഭാഗത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും അതിനുശേഷം കൃപായുഗം അല്ലെന്നുണ്ടെങ്കിൽ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം ആരംഭിക്കുകയും ചെയ്യുക. പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലേക്ക് വരുന്നത് കൃപായുഗം ആരംഭിക്കുവാൻ വേണ്ടിയിട്ടല്ല. കാര്യം അത് പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിലാണ് പരിശുദ്ധാത്മാവ് ലോകത്തിലേക്ക് വരികയും സകല മനുഷ്യരുടെ മേൽ ആ അഭിഷേകം ഉണ്ടാകുകയും വാഗ്ദത്തം പോലെ പരിശുദ്ധാത്മാവ് സകല മനുഷ്യരുടെ മേൽ വരുന്നതും ഈ അപ്പോസ്തല പ്രവൃത്തികൾ 2-ലാണ്. ആ സമയത്ത് ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ് അല്ലെങ്കിൽ കൃപായുഗം ആരംഭിച്ചിട്ടില്ല. ആ കൃപായുഗം ആരംഭിക്കുവാനായിട്ട് ദൈവം സെലക്ട് ചെയ്തിരുന്ന അപ്പോസ്തലനാണ് പൗലോസ് അപ്പോസ്തലൻ. അദ്ദേഹത്തെ വിളിക്കുന്നത് തന്നെ 9-ാമത്തെ അധ്യായത്തിലാണ്. 1 മുതൽ 8 വരെയുള്ള അപ്പോസ്തല പ്രവൃത്തികളുടെ അധ്യായത്തിൽ അവിടെ ഈ കൃപായുഗം എന്ന് പറയുന്ന ഒരു കാലഘട്ടമേ ആരംഭിച്ചിട്ടില്ല. അർത്ഥാൽ പരിശുദ്ധാത്മാവ് ലോകത്തിലേക്ക് വരുന്നത് കൃപായുഗം ആരംഭിക്കാനോ അല്ലെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ദൈവസഭയുടെ ആരംഭത്തിനോ വേണ്ടിയിട്ടല്ല, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിന് വേണ്ടിയിട്ടല്ല. ഇത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് ലോകത്തിൽ വന്നത് ഒരു മിസ്റ്ററി റെവലേഷൻ ആയിരുന്നില്ല. വർഷങ്ങളായിട്ട്, കാലാകാലങ്ങളായിട്ട് ദൈവം അവർക്ക് വാഗ്ദത്തം കൊടുത്തിരുന്ന വാഗ്ദത്ത പദ്ധതിയുടെ നിവൃത്തിയായിട്ടാണ് പരിശുദ്ധാത്മാവ് ലോകത്തിലേക്ക് വരുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലോകത്തിൽ ഉണ്ടാകുന്ന ഒരു മിസ്റ്ററി റെവലേഷൻ അല്ല. അത് വന്നത് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സഭ ആരംഭിക്കാനും അല്ല, മറിച്ച് കർത്താവ് അവരോട് പറയുക, നിങ്ങളെ യോഹന്നാന്റെ കൈക്കീഴെ നിങ്ങൾ ജലത്തിൽ സ്നാനമേറ്റു, ഇനി അല്പസമയത്തിനുള്ളിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനാൽ സ്നാനം ലഭിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് പറയുക. ആ പറഞ്ഞു പോയതിന്റെ വാഗ്ദത്ത നിവർത്തി അവിടെ നടക്കുന്നത് കണ്ടില്ലയോ? യോഹന്നാൻ വെള്ളം കൊണ്ട് നിങ്ങളെ സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ നിങ്ങളെ അനാഥരായി വിട്ടേച്ച് പോകത്തില്ല, ഞാൻ പോയി കഴിഞ്ഞാൽ കാര്യസ്ഥനെ പിതാവിനോട് ചോദിച്ച് നിങ്ങളുടെ അടുക്കൽ അയക്കും, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഇതെല്ലാം കർത്താവ് അവരോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അതിന്റെ നിവർത്തീകരണം ഇവിടെ നിവർത്തിയാകുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവരുടെ പിതാക്കന്മാർ മുതലേ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. യെശയ്യാ പ്രവാചകൻ 400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന 800 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച പ്രവാചകനാ. ആ പ്രവാചകൻ പറയുന്നുണ്ടോ, യെശയ്യാ പ്രവചനം 44:3, ദാഹിച്ചിരുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. അടുത്ത വാക്യം, നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും. കണ്ടോ, 800 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചിരിക്കുക, നിന്റെ സന്തതിമേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും എന്നുള്ളത്. നിന്റെ സന്താനത്തിന്റെ മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. ഇതൊക്കെ കാലാകാലങ്ങളായിട്ട് ഇവരുടെ പിതാക്കന്മാർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തമാണ്. അതിന്റെ നിവർത്തീകരണമാണ് നടക്കുന്നത്. യോവേൽ പ്രവചനം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെ റെഫർ ചെയ്യുന്നുണ്ട്. യോവേൽ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 28, 29 വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഇത് തന്നെ പറയുന്നുണ്ട്. അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ഇത് മുഴുവനും ദൈവം ഇവരോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അത് നിറവേറാൻ പോകുന്നുവെന്ന് കർത്താവ് ഇവരോട് അപ്പോസ്തല പ്രവൃത്തികളിൽ കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് തൊട്ട് മുമ്പ് വെച്ച് പറയുക. അവിടെ 8-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിപ്പോകരുത്, ഞാൻ പരിശുദ്ധാത്മാവ് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. ഇവിടുന്ന് വാങ്ങിപ്പോകരുത് പറഞ്ഞിട്ട് പറയുക, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. ഇതെല്ലാം ദൈവം ഇവരോട് പറഞ്ഞിരുന്നത്. ഇതൊന്നും രഹസ്യമല്ല, ഇതൊന്നും ഒരു മിസ്റ്ററി റെവലേഷൻ അല്ല. 2-ാമത്തെ അധ്യായത്തിൽ ഒരു മിസ്റ്ററി നടക്കുന്നില്ല. അവിടെ നടക്കുന്നതെല്ലാം ദൈവം അവരോട് പറഞ്ഞിരുന്നതും അവരെ ശക്തിപ്പെടുത്തുവാനായിട്ട് അവരുടെ ഇടയിൽ പരിശുദ്ധാത്മാവിനെ അയക്കുന്ന കാര്യമാണ് പറയുന്നത്.
ആ പരിശുദ്ധ ആത്മാവ് വന്ന് ലോകത്തിൽ അവരെ ശക്തിപ്പെടുത്തുക, അവരാൽ കർത്താവിൽ കൂടെ നടന്നതിനേക്കാൾ മേലെയുള്ള അധികാരവും അത്ഭുതങ്ങൾ നടക്കുക, പാപങ്ങൾ മോചിച്ചു കൊടുക്കാൻ വരെ അവർക്ക് അധികാരം ലഭിച്ചിരിക്കുക, മരിച്ചവർ എഴുന്നേറ്റ് നിൽക്കുക. പത്രോസിന്റെയൊക്കെ നിഴൽ അടിച്ചാലും മതി, കർത്താവ് ചേറ് കണ്ണിൽ പുരട്ടി സൗഖ്യമാക്കുന്ന. പത്രോസ് നടന്നു പോകുന്നിടത്ത് ആ നിഴൽ അടിക്കാൻ വഴിയിൽ കൊണ്ട് ആൾക്കാരെ കിടത്തുക. കർത്താവ് തന്നെ പറഞ്ഞതാ, എന്നിൽ കൂടെ നിവർത്തിയായതിലും വലിയ അത്ഭുതം നിങ്ങളിൽ കൂടെ നിറവേറും. അങ്ങനെ നിറവേറുക. പ്രാർത്ഥിക്കുന്നിടത്തൊക്കെ ഭൂമി കുലുങ്ങി പോവുക. ജയിലിന്റെയൊക്കെ വാതിൽ ദൂതൻ വന്നായിട്ട് തുറന്ന് അവരെ കൈക്ക് പിടിച്ച് വെളിയിൽ ഇറക്കി വിടുക. അതുപോലുള്ള അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതൊന്നും ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ് അല്ല, ഇതൊന്നും കൃപായുഗമല്ല, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് പറയുന്ന കാലമല്ല. അത് യഹൂദന്മാരുടെ ഇടയിലും അവരുടെ ഇടയിൽ നടക്കുന്ന അവരുടെ വാഗ്ദത്തം നിറവേറുക. ഇവിടെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ അവരെ സകല സത്യത്തിലും വഴി നടത്തുക, അവരെ ശക്തിപ്പെടുത്തുക. അവർ ഈ മലയോട് ഇവിടുന്ന് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ അത് നീങ്ങിപ്പോകും, മരിച്ചവന്റെ മേൽ കൈവച്ചാൽ അവൻ എഴുന്നേറ്റ് നിൽക്കും. അതുപോലുള്ള അതിശയങ്ങളും അത്ഭുതങ്ങളും നടക്കുവാൻ ദൈവം അവരുടെ മേൽ അമാനുഷികമായ ശക്തി പരിശുദ്ധ ആത്മാവിനാൽ പകർന്നിരിക്കുക. അതാണ് പരിശുദ്ധ ആത്മാവിന്റെ ദൗത്യം, പരിശുദ്ധ ആത്മാവിന്റെ ശുശ്രൂഷ. എന്നാൽ പൗലോസ് അപ്പോസ്തലനെ വിളിക്കുകയും ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ടൈം പീരീഡ് ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ മാറുകയാണ്. കാര്യം ദൈവിക പദ്ധതി ഇവിടെ മാറുകയാണ്. കാര്യം ഇവിടെ ഒരു പുതിയ കാലഘട്ടം ആരംഭിക്കുകയും സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതിയുടെ കലവറ ആരംഭിക്കുക, തുറക്കുക. ഇവിടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇവിടെ കണ്ടില്ലയോ ശിഷ്യന്മാർ എന്താ പറയുന്നത്? പത്രോസ് അപ്പോസ്തലൻ എന്താ പറയുന്നത്? പത്രോസ് അപ്പോസ്തലൻ കർത്താവിന്റെ ശിഷ്യനാണ്. ആ കർത്താവിന്റെ ശിഷ്യന്മാര് അവർ ജനത്തെ സ്നാനപ്പെടുത്തിയാൽ പരിശുദ്ധാത്മാവ് ലഭിക്കുമെന്ന് പറയുക. അതായത് കർത്താവിന്റെ ശിഷ്യന്മാര് യേശുക്രിസ്തു പറഞ്ഞതിന് പ്രകാരം ആ ബലത്തിൽ അവരെ സ്നാനപ്പെടുത്തി കഴിയുമ്പോൾ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കാനാ പറയുന്നത്. മാനസാന്തരപ്പെട്ട് ഓരോരുത്തർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അതാ അന്നത്തെ ക്രമം. എന്നാൽ ഇവിടെ ആ ക്രമം മാറുകയാണ്. ഇവിടെ പരിശുദ്ധ ആത്മാവ് ജനത്തെ സ്നാനപ്പെടുത്തി യേശുക്രിസ്തുവിനോട് ചേർക്കുക. നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? ആ കാര്യങ്ങളുടെ ആ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? കർത്താവിന്റെ ശിഷ്യന്മാർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി പരിശുദ്ധാത്മാവ് ലഭിക്കുന്ന ഒരു പദ്ധതി അവർക്ക് അറിയാവുന്നത്, ആ കാലഘട്ടത്തിൽ നിന്ന് നടക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവ് വന്നത്. അവരെ സകല സത്യത്തിലും വഴി നടത്തുവാനും അവരെ ആ കടന്നു പോകാനിരിക്കുന്ന ആ കഷ്ടത്തിലൂടെയൊക്കെ അവരെ വഴി നടത്താൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നത്. അങ്ങനെ അവര് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുന്ന പദ്ധതിയാണ്. എന്നാൽ ആ ഒരു ശുശ്രൂഷ ചേഞ്ച് ആവുകയാണ്. അതുകൊണ്ടാണ് തന്നെയാണ് അന്യഭാഷയുടെ പർപ്പസും ഒക്കെ ചേഞ്ച് ആവുന്നത്. അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ അത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇവിടെ നടക്കുന്നത് പരിശുദ്ധ ആത്മാവ് നമ്മെ സ്നാനപ്പെടുത്തി ക്രിസ്തുവിലാക്കി തീർക്കുക. മറ്റേത് ക്രിസ്തുവിൽ സ്നാനപ്പെടുത്തി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരുന്നുവെങ്കിൽ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സ്നാനപ്പെടുത്തി ക്രിസ്തുവിലാക്കി തീർക്കുക. നാം എല്ലാവരും ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം എല്ലാവരും. ഇപ്പൊ നമ്മൾ ഈ വായിച്ചുകൊണ്ടിരുന്ന വാക്യത്തിന്റെ തന്നെ മൂന്നാമത്തെ അധ്യായത്തിൽ അതാ വായിച്ചത്. 6-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവരായ നാം എല്ലാവരും, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇവിടെ ഒരു അല്പം എക്സ്പ്ലനേഷൻ ആവശ്യമാണ്. ഞാൻ ഈ ഒരു തോട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഇട്ടിട്ട് അടുത്ത ആഴ്ചയിൽ ഇതിനെ കൂടുതൽ ഓപ്പൺ ആക്കുകയും കൂടുതൽ ഈ വിഷയം പഠിപ്പിക്കുകയും ചെയ്യാം, കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഇവിടെ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പാപവും നീതീകരണവും ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്, രണ്ട് ഓപ്പോസിറ്റ് കാര്യങ്ങൾ. ഒന്ന് പാപം, മറ്റേത് നീതി. അതായത് ഒരു പാപിയും കർത്താവ് യേശു ക്രിസ്തുവും മുഖാമുഖം സന്ധിക്കുന്നത് കാൽവറിയിലെ കുലത്തളത്തിലാണ്. മനസ്സിലായത് നിങ്ങൾക്ക് ഞാൻ എന്താ പറയുന്നതെന്ന്? ഒരു പാപിയും കർത്താവ് യേശു ക്രിസ്തുവും സന്ധിക്കുന്നത് വെള്ളത്തിലല്ല, മറിച്ച് കാൽവറിയിലെ കുലത്തളത്തിലാണ്. കാൽവറി ഈസ് ദ മീറ്റിംഗ് പോയിന്റ് ബിറ്റ്വീൻ ക്രൈസ്റ്റ് ആൻഡ് എ സിന്നർ. വേറെ ഒന്നിലുമല്ല ആ പാപി രക്ഷിക്കപ്പെടുന്നത്. ഇവിടെ ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ശരിക്കും പെരുപ്പമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങളെ മനസ്സിലാക്കണം. നമ്മുടെ ബേസിക്സ് നമ്മൾ ക്ലിയർ ആക്കണം. അടി തെറ്റിയാൽ ആനയും വീഴുമെന്ന,
അടിസ്ഥാനം മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യുമെന്ന് ആ സങ്കീർത്തനം 11:3 പറയുന്നത്. ഇവിടെ നമുക്ക് ഇളക്കപ്പെരുപ്പമോ നമുക്ക് മറ്റുള്ള വിശ്വാസികൾ എന്ത് പഠിപ്പിച്ചു എന്നുള്ളതല്ല വിഷയം. അവരവരുടെ നീതി സ്ഥാപിക്കാനായിട്ട് പല കഥകളും ഇതിനെ സംബന്ധിച്ച് പലരും മെനഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ അതൊന്നുമല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ബൈബിളാണ്. ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഒരു ഒരു പാപിയും എന്താ പറയുന്നത്, കർത്താവും ക്രിസ്തുവും തമ്മിൽ മുഖാമുഖം സന്ധിക്കുന്നത് കാൽവറിയിലെ കുലത്തളത്തിലാണ്. കാൽവറിയിൽ കർത്താവ് മരിക്കേണ്ടുന്ന ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ശാന്തമായിട്ട് ചിന്തിക്കണം. കർത്താവ് കാൽവറിയിൽ മരിക്കേണ്ടുന്ന ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ലേ, ഇല്ല. കർത്താവ് കാൽവറിയിൽ മരിക്കേണ്ടുന്ന ആവശ്യമില്ല. കാരണം കർത്താവിൽ പാപമില്ല. കർത്താവ് പാപി അല്ല. കർത്താവ് ഒരു പാപം ചെയ്തിട്ടില്ല. പാപത്തിന്റെ ശമ്പളമാണ് മരണമായിട്ട് വരുന്നത്. കർത്താവ് ആദാമ്യ കുലത്തിൽ നിന്നും ജനിച്ച ഒരാളല്ല. പരിശുദ്ധ ആത്മാവിനാലാണ് കർത്താവ് ഉൽപ്പാദിതനായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരണത്തിന് കർത്താവിന്റെ മേൽ അധികാരമില്ല. അതുകൊണ്ട് കർത്താവിന് കാൽവറിയിൽ മരിക്കേണ്ടുന്ന ആവശ്യമില്ല. പിന്നെ എന്താണ് കർത്താവിന്റെ മരണം കാൽവറിയിൽ നടക്കുന്നത്? എന്തിനാണ് ഇവിടെ കർത്താവ് മരിക്കുന്നത്? എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും മരണം കർത്താവ് ഏറ്റെടുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കത് മനസ്സിലായോ? കർത്താവ് കാൽവറിയിൽ എന്തിനാ മരിക്കുന്നത്? കർത്താവിന് മരിക്കേണ്ടുന്ന ആവശ്യമില്ല. കർത്താവ് ആ മരണത്തിന്റെ പാരമ്പര്യത്തിലോ ആദാമ്യ ബ്ലഡിലോ ആദാമ്യ തലമുറയിലോ വന്ന ആളല്ല. കർത്താവിൽ പാപമില്ല. പാപത്തിന്റെ ശമ്പളമാണ് മരണമെന്ന് പറയുന്നത്. ഞാൻ പല വാക്യങ്ങൾ ഇതിനോടകം നിങ്ങളെ കാണിച്ചു. റോമാലേഖനം 6:23 പറയുകയാണ്, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. റോമാലേഖനം 6:23. റോമാലേഖനം 5:12 പറയുകയാണ്, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. കൺഫ്യൂസ് ആകല്ല, ഞാനൊരു വലിയ തത്വം പറഞ്ഞു തരിക. ഇത് വളരെ അടിസ്ഥാനപരമായ ഒരു തത്വമാണ്. ഇത് വളരെ ഉറപ്പായിരിക്കണം നിങ്ങൾക്ക്. 5:12 പറയുക, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ആ ഏക മനുഷ്യൻ ആദാമ, കർത്താവല്ല. ആ ആദമിന്റെ ലീനേജിൽ കർത്താവ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവ് ആ വകയിൽ പാപി അല്ല. 2 കൊരിന്ത്യർ 5:21 അത് വ്യക്തമാക്കുക. 2 കൊരിന്ത്യർ 5:21 പറയുക, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതുണ്ട്. ദൈവം അവനെ പാപിയാക്കി. ദൈവം കർത്താവിനെ പാപിയാക്കി എന്നുള്ളത് ശരിയാ. കാര്യം പാപി ആയിട്ടല്ല, അവൻ പാപം അറിഞ്ഞിട്ട് പോലും ഇല്ലാത്തവനാ. പക്ഷെന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും, ദൈവം നമ്മളെ അതുപോലെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാനും നിങ്ങളും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കർത്താവ് കാൽവറിയിൽ മരിക്കേണ്ടെന്ന് യാതൊരു ആവശ്യവുമില്ല. പിന്നെ കർത്താവ് മരിച്ചത് എന്റെയും നിങ്ങളുടെയും മരണമാണ് ആ കാൽവറിയിൽ മരിക്കുന്നത്. ക്രൈസ്റ്റ് ഡൈഡ് ഫോർ അവർ സിൻസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ പാപം തന്റെ തോളിലേറ്റിക്കൊണ്ട് നമുക്ക് പകരമായിട്ട് മരിക്കുക. ഞാൻ പാപിയായിരുന്നു, പാപസംബന്ധമായിട്ട് മരിക്കേണ്ടുന്ന ആളായിരുന്നു. എന്നാൽ എനിക്ക് പകരമായി ആ മരണം കർത്താവ് ഏറ്റെടുത്ത് മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ ഞാൻ ക്രിസ്തുവിലായി തീരുകയാണ്. ഞാൻ ഈ റോമാലേഖനം 6:3, 4 വാക്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അതിന്റെ ബേസിസ് എന്താ നിങ്ങളോടൊന്ന് പറഞ്ഞു തരിക. എനിക്ക് പകരമായിട്ട്, കാര്യം ഞാൻ മരിച്ചേ തീരൂ, ഞാൻ പാപിയാ, ഞാൻ ആദാമിന്റെ ലീനിയേജിൽ വന്നിരിക്കുന്ന ആളാണ്, ആ തലമുറയിലാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്, ഞാൻ മരിച്ചേ കഴിയത്തുള്ളൂ. എന്നാൽ എനിക്ക് പകരമായിട്ട് ആ മരണം കർത്താവ് ഏറ്റെടുത്തു. കർത്താവ് എനിക്ക് പകരമായിട്ട് മരിച്ചു എന്ന് ഞാൻ ആഴമായിട്ട് വിശ്വസിക്കുമ്പോൾ ഞാൻ ക്രിസ്തുവിലായി തീരുക. അവന്റെ ആ മരണത്തോട് പങ്കാളിയാകുവാൻ ഞാൻ സ്നാനമേറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്രിസ്തുവിലായി തീർന്നു എന്നാണ് അതിന്റെ അർത്ഥം. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. കർത്താവ് മരിക്കുന്നത് എന്റെ മരണമാണ്. കർത്താവിന്റെ ആ മരണത്തിൽ പങ്കാളിയാകുവാൻ സ്നാനമേൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്രിസ്തുവിലായി തീരുന്നു എന്നാണ്. കർത്താവിന്റെ ക്രൂശ് മരണത്തിലൂടെ കർത്താവ് എന്താ ആക്ച്വലി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മരണത്തോട് പങ്കാളിയായി തീരുക. ഈ ഭാഗം കുറച്ചുകൂടെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാലും ശാന്തമായിട്ട് തന്നെ ശ്രദ്ധിക്കുക. തിരിച്ച് യൂട്യൂബിൽ വന്നു കഴിയുമ്പോൾ ഇത് വീണ്ടും കേൾക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 50-ാം വാക്യം.
അവിടെ പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം, ഞാൻ ആ വാക്യം ഒന്ന് പ്രൊജക്ട് ചെയ്യാം. ലൂക്കോസിന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം അതിന്റെ 50-ാമത്തെ വാക്യം. ഇവിടെ പറയുകയാണ്, ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 50-ാം വാക്യം. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ വായ്മൊഴിയാൽ പറയുവാണ്, എങ്കിലും എനിക്ക് ഒരു സ്നാനം ഏൽപ്പാനുണ്ട്, അത് കഴിവോളം ഞാൻ എത്ര ഞരങ്ങുന്നു. കർത്താവ് ഈ പറയുന്നത് യോർദാനിൽ യോഹന്നാന്റെ കൈകീഴെ സ്നാനം ഏറ്റ് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയത്. കർത്താവ് പറയുക, എനിക്ക് ഒരു സ്നാനം ഏൽക്കാനുണ്ടെന്ന് പറയുക. ഓൾറെഡി സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ തന്റെ മേലിറങ്ങി, പിതാവിന്റെ അശരീരി ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് ആ യോർദാനിലെ സ്നാനം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ട് പറയുന്ന കാര്യമായത്. ഇവിടെ പറയുക, എങ്കിലും എനിക്ക് ഒരു സ്നാനം ഏൽപ്പാനുണ്ട്, അത് കഴിയുവോളം ഞാൻ എത്ര ഞരങ്ങുന്നു. കർത്താവ് ഇവിടെ പറയുന്നത് തന്റെ ക്രൂശ് മരണത്തെ കുറിച്ചാണ് പറയുന്നത്. മാനവ കുലത്തിനോട് അനുരൂപനാകുന്ന സ്നാനം എന്ന് പറയുന്നത് നമ്മുടെ മരണത്തോട് കർത്താവ് അനുരൂപനാകുവാനായിട്ട് കർത്താവ് മരിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. എങ്കിലും എനിക്ക് ഒരു സ്നാനം ഏൽപ്പാനുണ്ട്. ഇവിടെ എല്ലാ സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഒട്ടുമുക്കാലും ക്രിസ്ത്യാനികൾ ഇതിനെ തെറ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുക. സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാപ്റ്റിസോ എന്നൊരു വാക്കാണ്. ഈ ബാപ്റ്റിസോയുടെ ആക്ച്വൽ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെ മറ്റൊന്നിനോട് അനുരൂപരാക്കുക എന്ന, അല്ല വെള്ളത്തിൽ പിടിച്ച് മുക്കുക എന്നുള്ളതല്ല സ്നാനം എന്ന് പറയുന്നതിന്റെ അർത്ഥം. നമുക്കറിയാവുന്നത് വെള്ളത്തിൽ ഒരാളെ മുക്കിയെടുക്കുന്നതിനാണ് നമ്മൾ ഈ സ്നാനം എന്ന് പറയുന്നത്. ആക്ച്വലി ഇതിന്റെ ഒറിജിനൽ വേർഡ് ബാപ്റ്റിസോ അല്ലെങ്കിൽ ബാപ്റ്റിസം അല്ലെന്നുണ്ടെങ്കിൽ ഈ സ്നാനം എന്നൊക്കെ പറയുന്നത് ഒന്നിനെ മറ്റൊന്നിനോട് അനുരൂപമാക്കുക. കർത്താവ് ഇവിടെ പറയുന്നുണ്ടല്ലോ, എങ്കിലും എനിക്കൊരു സ്നാനം ഏൽപ്പാനുണ്ട്, ബട്ട് ഐ ഹാവ് എ ബാപ്റ്റിസം ടു ബി ബാപ്റ്റൈസ്ഡ് വിത്ത്. മനസ്സിലായോ? ഇവിടെ ഈ ബാപ്റ്റിസം എന്ന് പറയുന്നത് ഒന്നിനെ മറ്റൊന്നിനോട് അനുരൂപമാക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇവിടെ നാം മരിക്കുന്ന ആ മരണത്തോട് കർത്താവ് അനുരൂപനാകുക, കർത്താവിന്റെ ആ കാൽവറി മരണത്തിലൂടെ. എങ്ങനെയാണ് ഞാനത് നിങ്ങളെ മനസ്സിലാക്കുന്നത്? ഒരു ബക്കറ്റിൽ ഒരു നീലം എടുത്തിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചുമപ്പ് കളർ ഒരു ഡൈ എടുത്തിട്ട് ഒരു വെള്ള തുണി ആ ബക്കറ്റിലെ വെള്ളത്തിലേക്ക് നമ്മൾ മുക്കിക്കഴിഞ്ഞാൽ തിരിച്ച് ആ വെള്ള തുണി എടുക്കുമ്പോൾ അത് വെളുത്തിരിക്കത്തില്ല, അത് ചുമന്നിരിക്കും. കാര്യം ചുമന്ന ഡൈയിലേക്ക് അത് മുക്കിയത്. അതിനെയാണ് ആക്ച്വലി ബാപ്റ്റിസോ എന്നവർ പറയുന്നത്. ഇവിടെ അതാണ് നടക്കുന്നത്. ആ ബാപ്റ്റിസോ തന്നെയാണ് നമ്മുടെ ബാപ്റ്റിസം. നമ്മൾ അതിൽ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ അതിനോട് അനുരൂപരാകുക. നമ്മളെ അതിനോട് ഒന്നിനെ മറ്റൊന്നിനോട് നമ്മൾ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം ക്രിസ്തുവിനോട് നമ്മളെ അനുരൂപരാക്കുന്ന സ്നാനമാണ്. കർത്താവിന്റെ സാദൃശ്യത്തോടും കർത്താവിന്റെ സ്വഭാവത്തോടും നമ്മൾ അനുരൂപരാകുന്നത് പോലെ നമ്മളെ ക്രിസ്തുവിൽ സ്നാനപ്പെടുത്തുക. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 11-ാം വാക്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ 3 സ്നാനം ഒറ്റ വാക്കിൽ തന്നെ കാണാം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 11-ാമത്തെ വാക്യം ഇത് കണ്ടില്ലേ? അവിടെ പറയാ, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ. കർത്താവ് പറയാ, മാനസാന്തരത്തിനായി യോഹന്നാൻ പറയുന്ന വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നുള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു, അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. കണ്ടോ, ഈ ഒറ്റ വാക്യത്തിൽ തന്നെ 3 സ്നാനമുണ്ട്. 1 വെള്ളത്തിൽ സ്നാനമുണ്ട്, 2 പരിശുദ്ധാത്മാവിൽ സ്നാനം ഏൽപ്പിക്കുന്നു പറയുന്നുണ്ട്, 3 തീയിൽ സ്നാനം ഏൽപ്പിക്കുന്നു പറയുന്നുണ്ട്. ഒരേ ഒരു വാക്യത്തിൽ 3 സ്നാനമാണ്. ഇതെല്ലാം വെള്ളത്തിൽ മുക്കുന്നതിനെ അല്ല ഈ സ്നാനം എന്ന് പറയുന്നത്, ഒന്നിനെ മറ്റൊന്നിനോട് അനുരൂപനാക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ബൈബിളിൽ 14 തരം സ്നാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റും. ബാപ്റ്റിസം എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനെക്കുറിച്ച്, സ്നാനത്തെ കുറിച്ച് ഞാൻ കുറെ ഡീറ്റെയിൽ അവിടെ എഴുതിയിട്ടുണ്ട്. ബൈബിളിലെ ഓരോ വാക്യങ്ങൾ എടുത്ത് കാണിച്ച് 14 തരം സ്നാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് ഇന്ന് ഇതിനെക്കുറിച്ചൊന്നും അറിയാൻ താല്പര്യമില്ല. കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്, അവര് സമുദ്രത്തിലും മേഘത്തിലും സ്നാനമേറ്റു, മോശയോട് ചേർന്ന സ്നാനമാണ്. ഇവിടെ എല്ലാം ഞാൻ ഈ പറഞ്ഞു വരുന്നത് സ്നാനം എന്ന് പറയുന്നത് റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ നമ്മളിപ്പോൾ ഇവിടെ വായിച്ചത് യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിരിക്കണം അത്. നോ ഈ നോട്ട് തുടങ്ങുന്നത് കണ്ടില്ലയോ? നോ ഈ നോട്ട് that so many of us were baptized into Jesus Christ, were baptized into his death. എങ്ങനെ അറിയണമായിരുന്നു? കാര്യം 5-ാം അധ്യായത്തിൽ ലൈൻ ബൈ ലൈനായിട്ട് ഞാൻ അതാ നിങ്ങളോട് പറഞ്ഞു തന്നേക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇത്രത്തോളമുള്ള ശുശ്രൂഷയിൽ നിങ്ങൾക്ക് അറിയാം.
അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അല്ല യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ചോദിക്കുക. ഇവിടെ ഈ കാര്യം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടിയ ഞാൻ നമ്മുടെ സമയം തീർന്നു പോയിരിക്കുന്നു. അടുത്ത ആഴ്ചയിൽ ഈ ഭാഗത്ത് നിന്നുകൊണ്ട് ഈ ഭാഗത്തെ കൂടുതൽ വ്യക്തമാക്കി ക്ലിയർ ആക്കി തന്നുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് മുന്നേറാം. ഇവിടെ എല്ലാം പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചിരിക്കുക. നമുക്ക് പകരമായിട്ട് കർത്താവ് നമ്മുടെ മരണം നമുക്ക് വേണ്ടി മരിച്ചിരിക്കുക. കർത്താവ് മരിക്കണമെന്ന് യാതൊരു ആവശ്യമില്ല. ആ കാൽവറിയിലെ മരണം നമുക്ക് വേണ്ടി മരിച്ചിരിക്കുക. അതുകൊണ്ടാണ് ഇതിന്റെ 4-ാമത്തെ വാക്യത്തിലൊക്കെ പറയുന്നത്, അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ഈ ഒരു വാക്യമൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. ദൈവം നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ. 6-ാമത്തെ അധ്യായം 5-ാമത്തെ അധ്യായം പോലെ തന്നെ നിറയെ ഇൻഫർമേഷൻസ്, ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷൻസ് നിറഞ്ഞിരിക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ അടിസ്ഥാന ഉപദേശങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു അധ്യായമാണ്. അത് പഠിക്കുവാനും അത് ഗ്രഹിക്കുവാനും വാസ്തവമായിട്ട് അത് ഉൾക്കൊള്ളുവാനും ദൈവം നമുക്ക് എല്ലാവർക്കും കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ.